ഒരുമിച്ച് നിന്നാൽ തകർക്കാൻ പറ്റില്ല എന്ന് സാത്താൻ അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യും? ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് അകലമുണ്ടാക്കി നമ്മളെ ഒടിച്ചു കളയുവാനായിട്ട് സാത്താൻ ചിന്തിക്കും. നമ്മുടെ ഈ അമ്മായിമ്മ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ സ്ത്രീകൾ മാത്രമാണുള്ള. അല്ല, ഇന്നത്തെ കാലത്ത് അമ്മായിമ്മേനെ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന സ്ത്രീകളല്ല, പുരുഷന്മാരാണ്. ഞങ്ങൾ സാധാരണ ഫാമിലി കോൺഫറൻസിലൊക്കെ ചില സമയത്ത് പുറത്തെ രാജ്യങ്ങളിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ പോയിരിക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു വാള് ഞാനിങ്ങനെ ഉണ്ടാക്കി വെക്കും. നിങ്ങളുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഇതൊക്കെ പറ്റും, നിങ്ങളുടെ നാട്ടിൽ നടക്കണ പരിപാടിയാ, ഇതൊന്നും ഇന്ത്യയിൽ നടക്കണ പരിപാടിയൊന്നും അല്ലെന്ന് ആദ്യമേ തന്നെ ഞാനൊരു സാധനം എൻ്റെ മനസ്സിലിങ്ങനെ സെറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു അരിപ്പ ഉണ്ടാക്കി വെച്ചിട്ട് അതിനുള്ളിൽ കൂടെ എന്തെങ്കിലും ഇന്ത്യൻ കൾച്ചറിൽ പറ്റുന്നുണ്ടോ എങ്കിൽ എടുക്കാം എന്ന് പറയുന്ന രീതിയിലാണ് ഞാൻ പലപ്പോഴും അതിനെ സമീപിക്കാറുള്ളത്. അതുകൊണ്ട് എനിക്കത് വേഗം മനസ്സിലാകും. നമ്മളെല്ലാവരും അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ തന്നെയായിരിക്കും. അതൊരിക്കലും ഭയങ്കരമായിട്ട് ഒരു തെറ്റ് എന്ന് പറയുന്നതിനേക്കാൾ നമ്മൾ മാറ്റം വരുത്തേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, ഇമോഷൻസും മറ്റു കാര്യങ്ങളൊക്കെ എന്താ പറയുക കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി ഇരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് അടുത്തിരിക്കുന്ന നിങ്ങളുടെ പങ്കാളിയോടുകൂടെ കൈകൾ കോർത്ത് പിടിച്ച്, ഒരു പക്ഷേ നിങ്ങളുടെ പങ്കാളിയോട് വന്നിട്ടില്ലായിരിക്കും, പക്ഷെ ആ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചോ, അവിടെ നിങ്ങളുടെ പങ്കാളി ഉണ്ട് എന്ന് വിശ്വസിക്കുക. ഇനി ആരുടെയെങ്കിലും പങ്കാളി നിങ്ങളെ വിട്ടുപോയവരായിട്ടുള്ളവരുണ്ടെങ്കിൽ ആ കൈ ചുരുട്ടി പിടിക്കുന്നത് നിങ്ങളുടെ കർത്താവിൻ്റെ കൈ നിങ്ങൾ ചുരുട്ടി പിടിക്കുക. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. കർത്താവേ, ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, ഈ ദിവസത്തിൽ ഈ ഒരു ഫാമിലി കോൺഫറൻസ് ഡേയിൽ അങ്ങയുടെ അതിശക്തമായ സാന്നിധ്യം, അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ ഞങ്ങൾ ഇപ്പോൾ കാണുകയാണ് കർത്താവെ. ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, നന്മകൾ കർത്താവെ അനവധിയായിട്ട് പ്രാപിച്ചെടുക്കുവാൻ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. കണ്ണുകൾ തുറക്കുക. നിങ്ങളുടെ കയ്യിൽ ഒരു പക്ഷേ നിങ്ങൾ വന്ന സമയത്ത് ഇതുപോലുള്ള ഒരു പുസ്തകം കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആരെങ്കിലും വാങ്ങിച്ചായിരുന്നോ? ഇങ്ങനൊരു പുസ്തകം വാങ്ങിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഒന്ന് ഉയർത്തി കാണിക്കാമോ? ഇങ്ങനൊരു പുസ്തകം വാങ്ങിച്ചവരുണ്ടെങ്കിൽ ആ പുസ്തകം ഒന്ന് ഉയർത്തി കാണിച്ചേ. ആരൊക്കെയോ വാങ്ങിച്ചു. ഇന്ന് ഇതിൻ്റെ പ്രകാശനം നടക്കാൻ പോകുകയാണ്. പാസ്റ്റർ ഡാമിയനും ഞാനും ചേർന്ന് എഴുതിയിട്ടുള്ള പുസ്തകമാണിത്. ഇത് പാം ആൻഡ് വൈൻ എന്ന പേരിൽ ഉള്ള ഒരു പുസ്തകം. ഇത് വിവാഹിതരാകിയിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാക്കേണ്ട പുസ്തകമാണ്. അതോടൊപ്പം തന്നെ വിവാഹം കഴിക്കാത്തവർ അല്ലെങ്കിൽ വിവാഹം പ്ലാൻ ചെയ്യുന്ന ഓരോ വ്യക്തികളും നേരത്തെ തന്നെ പഠിച്ചിരിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെയുള്ള ചില ആളുകളെയൊക്കെ ചില പ്രത്യേക കോഴ്സിന്, നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു പുസ്തകം ഇല്ലാതിരുന്ന സമയത്ത് വിവാഹത്തിനു മുമ്പ് ചില പ്രത്യേക കോഴ്സിനൊക്കെ ഞങ്ങൾ ചില ആളുകളെയൊക്കെ ഓപ്റ്റ് ചെയ്തു. കാരണം ഞങ്ങളുടെ കുട്ടികൾ കല്യാണം കഴിച്ചപ്പോഴാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് കൂടുതൽ തുടങ്ങിയത്. കൂടുതലും നമ്മുടെ ഒരു അനുഭവത്തിൽ നിന്നാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ആ കോഴ്സിൽ 3 മാസത്തെ എല്ലാ ആഴ്ചയിലും ഓരോ ദിവസം വീതമുള്ള കോഴ്സിലായിരുന്നു അവർ പങ്കെടുത്തത്. ആ കോഴ്സിൽ പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ കല്യാണമൊക്കെ ഫിക്സ് ചെയ്തതുകൊണ്ട് രക്ഷപ്പെട്ടു. ആ കോഴ്സിൽ പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ ഈ കുട്ടികൾ പറയുന്ന കാര്യമാണ്, കല്യാണം കഴിക്കണോ എന്നിപ്പോൾ ചിന്തിക്കുകയാണെന്ന്. കാരണം കല്യാണം കഴിച്ചാൽ വരാവുന്ന റെസ്പോൺസിബിലിറ്റിനും കഴിച്ചാൽ നമ്മൾ എടുക്കേണ്ട ഡിസിഷൻ മേക്കിങ്ങും അത് വ്യക്തമായിട്ട് നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വേണമോ എന്ന് ചിന്തിക്കേണ്ടി വരും. അത്രയും കാര്യങ്ങളുണ്ട് വിവാഹത്തെക്കുറിച്ച് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയാൽ. ദൈവകൃപയാൽ ഇതൊന്നും മനസ്സിലാക്കാതെ നമുക്ക് കല്യാണം കഴിക്കാൻ സാധിച്ചു എന്ന് പറയുന്നതാണ് വലിയൊരു അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം. ഇതുവരെ മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളത്. പക്ഷെ ഇന്നത്തെ കുട്ടികൾ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് മാത്രമാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത്. സോ ഇങ്ങനൊരു പുസ്തകം ഇംഗ്ലീഷിൽ മാത്രമാണ് ഇപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്ന് നിങ്ങൾക്കത് കൗണ്ടറിൽ നിന്ന് വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പുസ്തകത്തെ ആധാരമാക്കിക്കൊണ്ടാണ് ചില കാര്യങ്ങൾ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. റെഡിയാണോ എല്ലാവരും? ഓക്കെ. അപ്പം നിങ്ങളുടെ കയ്യിൽ പുസ്തകം ഉണ്ടായിരുന്നു ഈ പേജ് മറിക്ക് എന്നൊക്കെ എനിക്ക് പറയാമായിരുന്നു. ഇപ്പം ഇതിനകത്ത് പുസ്തകം ഇല്ലാത്തത് കൊണ്ട് ഇപ്പം എനിക്ക് പേജ് മറിക്ക് എന്ന് പറയാനായിട്ട് പറ്റില്ല. പക്ഷെ ഇതിനകത്ത് ഒരു ചാപ്റ്ററാണ് ഗാർഡിങ് യുവർ മാരേജ് ഫ്രം എക്സ്റ്റേണൽ ത്രെറ്റ്സ്. ബാഹ്യമായ ഭീഷണികളിൽ നിന്ന് നിങ്ങളുടെ വിവാഹത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വിവാഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു മതിൽ നമ്മൾ കെട്ടേണ്ടതായിട്ടുണ്ട്. എല്ലാവരും പറയാമോ? മതിൽ. അവർക്ക് പറഞ്ഞേ, മതിൽ. ഒരു മതിൽ വിവാഹത്തെ സംരക്ഷിക്കുവാൻ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു മതിൽ കെട്ടേണ്ടതായിട്ടുണ്ട്. ഈ മതിൽ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന പോലെ എന്താ പറയുക, അതൊരു ഐക്യതയുടെ മതിലാണ്.
ഐക്യതയുടെ മതിലാണത്. ദൈവവചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഏദൻ പൂങ്കാവനത്തിൽ തുടങ്ങി ദൈവം 2 പേരെ സൃഷ്ടിച്ചിരിക്കുന്നു, ആദാമിനെയും ഹവ്വയും സൃഷ്ടിച്ചിരിക്കുന്നു. അവിടെ മുതൽ നമ്മൾ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് ഒരു മതിൽ തകരുന്നതായിട്ട്. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിലുള്ള ഒരു മതിൽ തകർക്കപ്പെടുന്നത് നമ്മൾ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്നുള്ളത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിലുള്ള മതിലിനകത്ത്, അല്ലെങ്കിൽ അവർക്ക് ചുറ്റുമുള്ള ആ മതിലിനകത്ത് വിള്ളലുണ്ടാക്കി 2 പേരെയും 2 സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ 2 അകലത്തിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് സാത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത്. പലപ്പോഴും അകമേ, ഈ പുസ്തകത്തിൽ പാസ്റ്റർ ഡാമിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്, അകമേ നടക്കുന്ന കാര്യങ്ങൾ അല്ല പലപ്പോഴും വിവാഹത്തിൻ്റെ കാര്യത്തിൽ തകർച്ചയ്ക്ക് കാരണമായി തീരുന്ന, മറിച്ച് പുറമേയുള്ളതിനെ അകത്തേക്ക് വരാനായിട്ട് നമ്മൾ അനുവദിക്കുന്നതിനാലാണ് അത് സംഭവിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? പലപ്പോഴും അകമേ, സംടൈംസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ത്രെറ്റ്സ് ടു എ മാരേജ് ആർ നോട്ട് ആർഗ്യുമെന്റ്സ് ഓർ ഡിസഗ്രിമെന്റ്സ്. ഒരിക്കലും പലപ്പോഴും ആർഗ്യുമെന്റ്സോ ഡിസഗ്രിമെന്റ്സോ അല്ല, ചില സമയത്ത് അതിനപ്പുറമായിട്ട് എന്താ പറയുക, ചില കാര്യങ്ങൾ പുറത്ത് നിന്നുള്ളത് അല്ലെങ്കിൽ ഇൻസൈഡ്, ബട്ട് ബിക്കോസ് ഓഫ് വാട്ട് അലൗഡ് ഇൻ ഫ്രം ദ ഔട്ട്സൈഡ്, പുറമേ നിന്ന് ചില കാര്യങ്ങൾ അകത്തേക്ക് വന്ന് ചേരുന്നതാണ് നമ്മുടെ വിവാഹത്തെ പലപ്പോഴും ശിഥിലമാക്കി കളയുന്നത്. വിവാഹത്തിന്റെ കാര്യത്തിൽ, വിവാഹം ഞാൻ എന്ന് പറയുമ്പോൾ കല്യാണ ദിവസം അല്ലട്ടോ ഓർക്കേണ്ടത്, വിവാഹ ജീവിതമാണ് മാരേജ് എന്നുള്ളത്. വെഡ്ഡിങ് ആൻഡ് മാരേജ് ഉണ്ട്, വിവാഹം, കല്യാണമുണ്ട്, വിവാഹമുണ്ട്. നമ്മളെപ്പോഴും പറയും ഞങ്ങളൊരു വിവാഹത്തിന് പോവാന്ന് പറയും. വിവാഹത്തിന് പോകാൻ പറ്റില്ല, കല്യാണത്തിനേ പോകാൻ പറ്റുള്ളൂ, വെഡ്ഡിങ്ങിനെ പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ഇംഗ്ലീഷും മലയാളവും ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുവാണെങ്കിൽ നല്ലതാണ്. കല്യാണത്തിന് നമുക്ക് പോകാം, പക്ഷെ വിവാഹത്തിന് ശരിക്കും പറഞ്ഞാൽ പോകാൻ പറ്റില്ല. വിവാഹം 2 വ്യക്തികൾ കൂടെ ചേർന്ന് എടുത്ത് നടന്ന് പോകുന്ന തീരുമാനത്തിൽ നിന്ന് വരുന്ന ഒരു പ്രതിഭാസമാണ് എന്ത്, വിവാഹം എന്ന് പറയുന്നത്. പക്ഷെ കല്യാണമാണ് ആഘോഷങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഉള്ളത്. എനിവേ, ഈ ഒരു വ്യക്തിയുടെ വിവാഹത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവരുടെ വിവാഹത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന പോലെ വലിയ പ്രഹരങ്ങൾ ഏൽക്കുന്നത് കൊണ്ടല്ല, അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ വരുമ്പോഴല്ല വിവാഹങ്ങൾ തകരുന്നത്, മറിച്ച് കുറേ നാളുകൾ കൊണ്ട് കുറേശ്ശെ അകലങ്ങൾ സംഭവിക്കുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, വിവാഹങ്ങൾ തകർക്കപ്പെട്ടു പോകുന്നത്. പക്ഷെ വരുമ്പോൾ കുറച്ചധികം നാളുകൾക്ക് ശേഷം ഇത് വരുമ്പോൾ മാത്രമാണ് എവിടെ നിന്നാണിത് തുടങ്ങിയെന്ന് പോലും അറിയാത്ത വിധത്തിൽ ഒരു വലിയ വിള്ളൽ അല്ലെങ്കിൽ ഒരു വലിയ അകൽച്ച ഉണ്ടായത് പലപ്പോഴും തിരിച്ചറിയുന്നുള്ളൂ. എനിവേ, ശത്രു എപ്പോഴും ലക്ഷ്യമിടുന്നത് ഐക്യതയാണ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, ഭർത്താവിനോടോ ഭാര്യയോട് പറഞ്ഞേ, നമ്മുടെ ഐക്യതയാണ് ശത്രു ലക്ഷ്യം ഇടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏദൻ തോട്ടത്തിൽ ശത്രുവിന്റെ പ്രാഥമിക തന്ത്രം എന്ന് പറയുന്നത് എന്താണ് എന്നത് വിഭജനമായിരുന്നു. ഓക്കെ, ഡിവിഷൻ ആയിരുന്നു അവന്റെ പ്രാഥമിക തന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഐക്യത തകരുമ്പോൾ എന്ത് സംഭവിക്കും? ബന്ധം തകരും. ഐക്യത തകരുമ്പോൾ സകലത്തിനും താറുമാറുണ്ടാകും. ഐക്യത എന്ന് പറയുന്നത് എന്താണ്? ഒരേ മനസ്സ്, ഒരേ ദിശയിലേക്ക് യാത്ര ചെയ്യുന്നത്, ഒരേ ആത്മാവിൽ മുന്നോട്ട് പോകുന്നത്, ഒരേ തീരുമാനങ്ങൾ എടുത്ത് പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഒരു കുടുംബ ബന്ധത്തിലെ ഐക്യത എന്ന് പറയുന്നത്. അത് 2 വ്യത്യസ്തമായ വ്യക്തികളാണെങ്കിലും ഒരേ ഹൃദയത്തോടു കൂടെ ചേർന്ന് അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് എന്ത്? ഐക്യത എന്ന് പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചാൽ അതിനെന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിലനിൽക്കാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. അപ്പൊ പുറത്തു നിന്ന് തകർക്കുന്നതിനേക്കാളും അകത്ത് നിന്ന് വിഭജിക്കുവാനാണ് സാത്താന്റെ ഏറ്റവും വലിയ തന്ത്രം. അത് വളരെ എളുപ്പവുമാണ്. ഓക്കെ, പുറത്തു നിന്ന് വരുന്ന സകല തകർച്ചകളെയും നമ്മൾ പലപ്പോഴും അത് വളരെ വ്യക്തമായിട്ട് നമ്മളത് മാനേജ് ചെയ്യും, വളരെ വ്യക്തമായിട്ട് നമ്മളത് കൈകാര്യം ചെയ്യും. എന്നാൽ അകത്ത് നിന്നുകൊണ്ടുള്ള സാത്താന്റെ വിഭജനത്തിൽ ആണ് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നത്? തോറ്റുപോകുന്നത്. അതുകൊണ്ട് ഐക്യത ഇല്ലാതാക്കുക എന്ന് പറയുന്നതാണ് സാത്താന്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇവിടെ എഴുതിയിരിക്കുന്ന സെന്റൻസ് കൂടെ ഞാൻ വായിക്കുകയാണ്. നിങ്ങളുടെ ദാമ്പത്യത്തെ സൂക്ഷിക്കുക എന്നത് ഒരു ആത്മിക ഉത്തരവാദിത്തമാണ്. നിങ്ങൾ സൂക്ഷിക്കാതിരുന്നാൽ നിങ്ങൾക്കത് എന്തായി പോകും? നഷ്ടമായി പോകും. നമ്മുടെ വിലയേറിയ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ ചില പാസ്വേഡ് ഇട്ട് നമ്മൾ സൂക്ഷിക്കും, അല്ലേ? ഇപ്പം നിങ്ങൾക്കൊരു ലോക്കർ ഉണ്ടെങ്കിൽ ആ ലോക്കറിന് നിങ്ങളൊരു പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും.
വെച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ഫോണിൽ വളരെ വിലപ്പെട്ട ചില രേഖകൾ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പാസ്വേഡ് ഇട്ട് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഇതുപോലെ തന്നെയാണ് കുടുംബ ജീവിതത്തിനകത്ത് ഐക്യതയെ സൂക്ഷിക്കുവാനുള്ള ചില പാസ്വേഡുകൾ നമ്മൾ ഇട്ട് സൂക്ഷിക്കണം. ഓക്കെ, ആ പാസ്വേഡുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ സാധാരണ പറയുന്ന ഒരു കെട്ട് ഈർക്കിൽ മൊത്തം നമ്മുടെ വീട്ടിൽ മുറ്റമടിക്കുന്ന ചൂല് പലർക്കും അറിയാൻ പറ്റും. ഈ ചൂലിനെ മൊത്തത്തിൽ ഇങ്ങനെ ഒടിക്കാൻ പറ്റുമോ? ഒരിക്കലും ഒടിക്കാൻ പറ്റില്ല. അതേസമയം അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചൂലിൻ്റെ അറ്റമൊക്കെ നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ നമ്മളൊരു മരത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതലത്തിലോ കൊണ്ടുപോയി വെച്ചിട്ട് ഒരു വാക്കത്തി വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ കട്ട് ചെയ്താണ് അതിന്റെ അറ്റം ലെവൽ ചെയ്യുന്നത് അല്ലേ. അല്ലാതെ ഇങ്ങനെ ഓടിച്ച് നമുക്ക് ലെവൽ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ലെവൽ ചെയ്യാൻ പറ്റില്ല. അതേസമയം ഈ ചൂലിന്റെ തന്നെ ഓരോ ഈർക്കലി എടുത്തു കഴിഞ്ഞാലോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഒടിച്ചൊടിച്ച് നശിപ്പിച്ച് നമ്മുടെ ഇഷ്ടത്തിലേക്ക്, നമ്മുടെ വരുതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇതാണ് സാത്താൻ ചെയ്യുന്നത്. ഒരുമിച്ച് നിന്നാൽ തകർക്കാൻ പറ്റില്ല എന്ന് സാത്താൻ അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യും, ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് അകലമുണ്ടാക്കി നമ്മളെ ഒടിച്ചു കളയുവാനായിട്ട് സാത്താൻ ചിന്തിക്കും. കൈകൾ ഉയർത്തിയിട്ട് കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഒരു കൈ അടുത്തിരിക്കുന്ന നിങ്ങളുടെ ഭർത്താവിൻ്റെയോ ഭാര്യയുടെ കയ്യിലൂടെ പിടിച്ചിട്ട്, കർത്താവെ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ശത്രുവിൻ്റെ രീതികളെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. അതിനെ എതിർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ കർത്താവെ. എപ്പോഴും കൈകൾ താഴെയിട്ടാലും ഒരു കാര്യം മനസ്സിലാക്കുക, ശത്രുവിൻ്റെ രീതികൾ ഒരിക്കലും നേരിട്ടല്ല. എപ്പോഴും അത് വരുന്നത് എന്താണ്, ചിലപ്പോൾ തെറ്റിദ്ധാരണയിലൂടെയാണ്. അല്ല, നേരിട്ട് വന്ന് ഫൈറ്റ് ചെയ്യില്ല. നിന്നെ ഞാൻ തകർത്ത് കളയുമെന്നും പറഞ്ഞിട്ട് ഒരാളും വന്ന് ഫൈറ്റ് ചെയ്യില്ല. അങ്ങനെ ഒരാള് നിന്നെ തകർത്ത് കളയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നല്ല സാമർഥ്യമുണ്ട്. അതുകൊണ്ടല്ലേ അമ്മായിമ്മയോടും നാത്തൂനോടും അമ്മായിപ്പനോടും അടുത്തുള്ള വീട്ടുകാരോടും, മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ഈ അമ്മായിമ്മ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ സ്ത്രീകൾ മാത്രമാണുള്ളത്. അല്ല, ഇന്നത്തെ കാലത്ത് അമ്മായിമ്മേനെ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന സ്ത്രീകളല്ല, പുരുഷന്മാരാണ്. ഭാര്യമാരുടെ അമ്മമാരെ ഏറ്റവും കൂടുതൽ പേടിക്കും ഇന്നത്തെ കാലത്ത്. കാരണം പണ്ടത്തെ കാലഘട്ടം പോലെയല്ല, കംപ്ലീറ്റ്ലി ഇങ്ങനെ കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് നല്ല പേടിയാണ്. പുരുഷന്മാരാണ് ഇന്ന് അമ്മായിമ്മയെ കൂടുതൽ ഭയപ്പെടുന്നത്. 30കളിൽ പ്രായമുള്ളവരെ ചിന്തിക്കുക, 20കളിൽ പ്രായമുള്ളവരെ ചിന്തിക്കുക. അപ്പോഴാണ് ഇത് വലിയൊരു അറിവായിട്ട് തോന്നുക. അറിവൊന്നുമല്ല, ഇതെങ്ങനെയാണ്, യാഥാർത്ഥ്യം അങ്ങനെയാണ്. ഓക്കെ, വിദേശ രാജ്യങ്ങളിൽ ഭാര്യയുടെ അമ്മയെ ഭയപ്പെടുന്ന രീതിയുള്ളൂ, ഭർത്താവിൻ്റെ അമ്മയെ ഭയപ്പെടുന്ന രീതിയില്ല വിദേശ രാജ്യങ്ങളിൽ. എന്തുകൊണ്ടാ? ഒരിക്കലും കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്നില്ല. ഇന്നത്തെ കാലഘട്ടവും മാറിയില്ലേ? ഇന്ന് കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്ന ഒരു രീതി ഇന്നില്ല. അതുകൊണ്ട് കാലഘട്ടം മാറിയത് കൊണ്ട് പുരുഷന്മാരാണ് അമ്മായിമ്മമാരെ ഭയപ്പെടുന്നത്. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, കേരളത്തിലേക്ക് ഒരു 10 വർഷം കഴിയുമ്പോഴത്തേന് എത്തുമെന്ന് പറ. പയ്യെ വണ്ടി പിടിച്ചിങ്ങോട്ട് വരുന്നുണ്ട് ഈ സംഭവമൊക്കെ. ഇവിടെ എത്തും, ഒരു 10 വർഷം എടുക്കുള്ളൂ എന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിനു മുന്നമേ കല്യാണം കഴിഞ്ഞവരൊക്കെ ഭാഗ്യവാന്മാർ. പുരുഷന്മാർക്ക് അമ്മായിമ്മമാരെ ഭയപ്പെടേണ്ടി വന്നില്ല, സ്ത്രീകൾക്ക് മാത്രമേ അമ്മായിമ്മമാരെ ഭയപ്പെടേണ്ടി വന്നുള്ളൂ. എന്നാൽ ഒരു കാലഘട്ടം വരികയാണ്, നിങ്ങളും ഭയപ്പെടേണ്ടി വരുന്ന ഒരു കാലഘട്ടം. സൂക്ഷിച്ചോ. ഓക്കെ, സോ ഞാൻ എൻ്റെ പോയിന്റിലേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ പുറത്തുനിന്ന് ഒരു ശക്തിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇടിച്ചു നിൽക്കും? എങ്ങനെയും നമ്മൾ പ്ലാൻ ചെയ്ത് നിൽക്കും, എങ്ങനെയും നമ്മൾ ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്ത് ശരിയാക്കും. പക്ഷെ ശത്രു വരുന്ന ഒരിക്കലും അങ്ങനെയല്ല, അകത്തൂടെയാണ് വരുന്നത്. നമ്മളുടെ ഇടയിലാണത് കൊണ്ടുവരുന്നത്. തെറ്റിദ്ധാരണകളായിട്ട് വന്നുകൊണ്ടിരിക്കും, പറയാത്ത വേദനകളായിട്ട് ഉള്ളിൽ അടുക്കി പിടിച്ചുകൊണ്ട് വരും, ക്ഷമിക്കാത്ത മനസ്സായിട്ട് വരും. മൂന്നാമത് ഒരാള് ഇൻവിസിബിളായിട്ട് ഇതിനകത്തേക്ക് കയറി വരാനായിട്ട് തുടങ്ങും. ഇങ്ങനെയുള്ള രീതികളിലാണ് ശത്രു നമ്മുടെ അകത്തേക്ക് വരുന്നത്. ഇതിന് ഏറ്റവും വലിയ പോംവഴി എന്ന് പറയുന്നത് ഉടനടി സംസാരിക്കുക. ഇത്തരം ശത്രുവിൻ്റെ പദ്ധതിയാണ് എന്നുള്ളത് ഉടനടി സംസാരിക്കുക, അതിനെ തിരിച്ചറിയുക, അതിനെ പരസ്പരം കേൾക്കുവാൻ വേണ്ടി ശ്രമിക്കുക, പരസ്പരം ക്ഷമിക്കുക, പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചിലവഴിക്കുക, പ്രശ്നത്തിനെതിരെ ഒന്നായിട്ട് നിൽക്കുക, പ്രശ്നത്തിന്റെ സമയത്ത് രണ്ടായിട്ട് മാറാതെ ഇരിക്കുക. ദാമ്പത്യത്തിനെതിരായിട്ടുള്ള സാധാരണമായിട്ട് കാണുന്ന ചില ഭാഗ്യ ഭീഷണികൾ, പുറത്തു നിന്ന് വരുന്ന ചില ഭീഷണികൾ, ഏതാണ്ട് 7ഓളം ഭീഷണികളാണ് പാസ്റ്റർ ഡാമിൻ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. ഒന്ന്, തിരക്കും ജോലിയോടുള്ള അമിതമായിട്ടുള്ള ആസക്തിയും എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. തിരക്കും ജോലിയോടുള്ള അമിതമായിട്ടുള്ള ആസക്തിയും, ബിസിനസ് ആൻഡ് വർക്ക്ഹോളിക്സ്. ചില ആളുകളുടെ എന്താ പറയുക, ഈ ഒരു ബാഹ്യമായിട്ടുള്ള ഭീഷണി, നിങ്ങളുടെ മതിലുകൾ തകർക്കുന്ന കാര്യമാണ് തിരക്കുകൾ. എപ്പോഴും ഓർക്കുക, ചെറിയ തിരക്കുകൾ വലിയ അകലമുണ്ടാക്കും. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, ചെറിയ ചെറിയ തിരക്കുകൾ
വലിയ അകലമുണ്ടാക്കും. ചില ആളുകൾ പറയുന്നുണ്ട്, ഞാൻ കുടുംബത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്യാനുള്ളത്, നിങ്ങളെ ഇങ്ങനെ കൊഞ്ചിച്ച് താരാട്ടി പാടി പുഴുത്തി ഇങ്ങനെ ഇരിക്കാനൊന്നും എനിക്ക് നേരമില്ല. ഞാൻ എന്തുമാത്രം ജോലി ചെയ്ത് കഷ്ടപ്പെട്ടിട്ടാണ് വരുന്നത്. എപ്പോഴും അവർക്ക് ഒരു ചെടി നട്ട് കഴിയുമ്പോൾ ആ ചെടിക്ക് എന്ത് വേണം, വളരണമെങ്കിൽ എന്ത് വേണം, ആ ചെടിക്ക് വെള്ളം വേണം, വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നാലേ ആ ചെടി വളരത്തുള്ളൂ, ആ ചെടിയിൽ പൂവുണ്ടാകത്തുള്ളൂ, ആ ചെടിയിൽ എന്തുണ്ടാകത്തുള്ളൂ, കായ്കളൊക്കെ സാധാരണ രീതിയിൽ ഉണ്ടാകത്തുള്ളൂ. എന്നാൽ ആ ചെടി നട്ടതിന് ശേഷമായിട്ട് ഒരാൾ പറയുകയാണെന്ന് കരുതാം, അയ്യോ എനിക്ക് എന്തില്ല, ഈ ചെടിയെ നോക്കാനായിട്ടൊന്നും എനിക്ക് നേരമില്ല, ഞാൻ ജോലിക്ക് പോയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് വെള്ളം കൊണ്ടുവരാനുള്ള പൈസ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാം. നടക്കുവോ? ഈ ചെടിയെ പരിപാലിക്കുക എന്ന് പറയുന്നത് അതിനകത്ത് അത് നട്ടവന്റെ ഉത്തരവാദിത്വമാണ്. കുടുംബജീവിതത്തിനകത്തേക്ക് നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ ആ ചെടിയെ പരിപാലിക്കുക എന്ന് പറയുന്നത് കുടുംബജീവിതത്തിനകത്ത് കയറിയ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഉത്തരവാദിത്തമാണ്. ആ ചെടിക്ക് വേണ്ട വെള്ളത്തിന് വേണ്ട ഒരു സംവിധാനത്തിന് വേണ്ടി ആ പൈസ ഉണ്ടാക്കാൻ പോകാം, പക്ഷെ ആ പൈസ കൊണ്ട് ചെടിക്ക് വെള്ളം ഉണ്ടാവില്ല. വെള്ളത്തിന് വെള്ളം തന്നെ ഉപയോഗിക്കണം. ഓക്കെ, അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, കുടുംബത്തിനകത്ത് തിരക്കില്ലാതെ പുറത്ത് തിരക്കായി നടന്നാൽ വലിയ അകലം കൂടും, കുടുംബജീവിതം തകരാറിലാകും. ഓക്കെ, അപ്പോൾ സമയം കൊടുക്കാത്ത ഒരു സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം നിശ്ചയമായിട്ടും വാടിപ്പോകും. ഇപ്പോൾ കുറച്ച് തിരക്കാണ്, പിന്നീട് നമുക്കൊരു സമയം കിട്ടും, പിന്നീട് നമുക്ക് കാര്യങ്ങളൊക്കെ ചിന്തിക്കാം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും ആദ്യത്തെ വർഷം സമയം കൊടുക്കാൻ പറ്റാത്ത ഒരാൾക്ക് 25ാമത്തെ വർഷവും സമയം കൊടുക്കാൻ പറ്റില്ല. 50ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുമ്പോഴും സമയം കൊടുക്കാൻ പറ്റില്ല. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ചില ആളുകളെ സമയം ഇവിടെ നല്ലൊരു സംഭവം എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ ഏറ്റവും നല്ല സമയം മറ്റു പലതിനായിട്ട് നൽകുകയും ശേഷിച്ച സമയമുണ്ടെങ്കിൽ മാത്രം ഭാര്യയ്ക്കോ ഭർത്താവിനോ നീക്കിവെക്കുകയും ചെയ്താൽ നിങ്ങളുടെ ദാമ്പത്യം ദാരിദ്ര്യത്തിലാകും. ഇതിനെയാണ് നമ്മൾ സ്പെൻഡ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. നിങ്ങളുടെ വിലയേറിയ ടൈം. ഈ വിലയേറിയ ടൈം എങ്ങനെ അറിയാൻ പറ്റും? നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരിക്കുന്ന സമയം നിങ്ങളുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ കൊടുക്കുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ വിലയായിട്ട് കാണുന്ന കാര്യത്തിന്, അതായത് ഇന്ന് ഞാൻ ജോലി ചെയ്താൽ, ഇന്ന് ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് ഇന്നൊരു കാര്യം ഉണ്ടാകും, അല്ലെങ്കിൽ ഇന്നൊരു ലാഭം ഉണ്ടാകും എന്ന് ചിന്തിക്കുന്ന കാര്യത്തെ അങ്ങോട്ട് വിട്ട് കളഞ്ഞിട്ട് എന്താ പറയാ, അത് ഭാര്യയ്ക്കോ ഭർത്താവിനോ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം ജോലിക്ക് പോകാതെ നമ്മൾ ആ മരിച്ചതിന് പോകൂലേ? പക്ഷേ വെഡിങ് ആനിവേഴ്സറിയുടെ ഒരു ദിവസം ജോലിക്ക് പോകാതെ നിൽക്കുമോ? ചത്ത ആൾക്കാണ് പ്രാധാന്യം എപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളെക്കാളും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ പ്രയോറിറ്റി പലപ്പോഴും ഈ ലോകത്തിന്റെ പല പാറ്റേണുകളിലായിപ്പോയി, പല രീതി. എന്നാ മരിച്ചതിനോട് പോവാതിരിക്കല്ലേ കർത്താവേ, മരിച്ചതിനൊക്കെ പോണം കേട്ടോ. അതെല്ലാം ഞാൻ പറഞ്ഞു, നിങ്ങൾക്കിത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുകയാണ്. പലപ്പോഴും അതിന് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രാധാന്യം പോലും, മറ്റു പലർക്കും കൊടുക്കുന്ന ഒരു പ്രാധാന്യം പോലും ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മുടെ പങ്കാളിക്ക് വേണ്ടി നമ്മൾ കൊടുക്കില്ല. നമ്മുടെ ഏറ്റവും കാഞ്ഞ, എന്താ പറയാ, പോക്കായ ഒരു സമയം ഉണ്ടെങ്കിൽ, നിനക്ക് സമയമുണ്ടോ, അന്ന് ഇന്ന് വൈകിട്ട് നമുക്കൊന്ന് പുറത്ത് ഡിന്നറിന് പോയല്ലോ, കാരണം പുള്ളിക്ക് വേറെ പരിപാടിയൊന്നും ഇല്ല, അല്ലെ പുള്ളിക്കാരത്തേക്ക് വേറെ പരിപാടിയില്ല. അങ്ങനെ ഏറ്റവും കാഞ്ഞ തേഞ്ഞ സമയമല്ല, നിങ്ങൾ അത്രയും ടയർഡായി പോകുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ പങ്കാളിക്ക് വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ ക്വാളിറ്റി ടൈം കൊടുത്തു എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ക്വാളിറ്റി ടൈം എന്ന് പറയുന്നതിൽ വളരെയധികം കൺഫ്യൂഷൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ജോലിയിൽ വിജയവും വീട്ടിൽ പരാജയവുമാണെങ്കിൽ അതൊരിക്കലും ഒരു വിജയമല്ല. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ട് പറ, ജോലിയിൽ വിജയവും വീട്ടിൽ പരാജയവുമാണെങ്കിൽ അതൊരു വിജയമല്ല. അതിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നവരാണെങ്കിലും ശരി, ശുശ്രൂഷയിൽ വിജയവും വീട്ടിൽ പരാജയവുമാണെങ്കിൽ അതൊരു ശുശ്രൂഷയുടെ വിജയം ഒരിക്കലും അല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ തിരക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് ഇതൊക്കെ സെറ്റിലായി കഴിയുമ്പോൾ എനിക്കിതെല്ലാം ചെയ്യാൻ പറ്റും, പിള്ളേരൊക്കെ ഒന്ന് വലുതായി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഇതൊക്കെ. അതുകൊണ്ട് എങ്ങനെയാണ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്? ഒരു കുറച്ച് സമയമെങ്കിലും ഈ ബിസി സ്കെഡ്യൂളിൻ്റെ ഇടയിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ
സംസാരിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുക. ചുമ്മാ വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കാതെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഇടയിലുള്ള അകലം കുറഞ്ഞു എന്നാണ്. വലിയ വലിയ ഗമണ്ടം കാര്യങ്ങൾ, മിനിസ്ട്രിയുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ജോലിയുടെ കാര്യങ്ങൾ, ഇതിനകത്തുള്ള മിക്കവാറും ആളുകളൊക്കെ ശുശ്രൂഷയുമായിട്ടുള്ള ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പൊ അപ്പുറത്തെ ഷീബാമയുടെ കാര്യം, ഇപ്പുറത്തെ എന്താ പറയാ ദിലീപേട്ടന്റെ കാര്യം, ഇതൊക്കെ മാത്രമാണ് നമുക്ക് സംസാരിക്കാനുള്ളതെങ്കിൽ നമ്മുടെ ഇടയിലുള്ള അകലം വളരെ വലുതാണ്. എന്നാൽ നമ്മുടെ ഇടയിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, നമ്മുടേതായ കൊച്ചു കൊച്ചു കാര്യങ്ങൾ സംസാരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അകലം കുറവാണ്. സോ ബിസിനസ്, അതാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട ഞാൻ കാര്യം പറഞ്ഞത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻഅപ്രോപ്രിയേറ്റ് ഫ്രണ്ട്ഷിപ്പ് ആണ്. അനുചിതമായിട്ടുള്ള എന്താ പറയാ, നിങ്ങളുടെ സൗഹൃദങ്ങൾ, അനുചിതമായിട്ടുള്ള സൗഹൃദങ്ങൾ, ഇതൊരു വലിയ പ്രശ്നമാണ്, കീറാമുട്ടി പ്രശ്നമാണ്. ഇന്നത്തെ കാലത്തെ ഒരു വലിയ പ്രശ്നമാണ് ഈ ഒരു കാര്യം എന്നുള്ളത്. ഓക്കെ, അനുചിതമായിട്ടുള്ള മറ്റ് ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്, ഭർത്താവിനോട് മടിയുള്ളത് ഒരു പുരുഷ സുഹൃത്തിനോട് പറയുന്നു, അല്ലെങ്കിൽ ഭാര്യയോട് പറയാൻ മടിയുള്ള ചില കാര്യങ്ങൾ ഒരു സ്ത്രീ സുഹൃത്തിനോട് പറയുന്നു, ഇവൻ എന്നെ മനസ്സിലാക്കുന്നു തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യത്തിൽ സംഭവിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് എന്താ പറയുക, സാധാരണ ഇത്തരം അടുപ്പങ്ങൾ തുടങ്ങുന്നത് നിഷ്കളങ്കമായ ഒരു സംഭാഷണത്തിൽ നിന്നാണെങ്കിലും പിന്നീട് 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 എന്ത് ചെയ്യുകയാണ്, ഇത് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും സ്വന്തം പങ്കാളിക്ക് നൽകേണ്ട ശ്രദ്ധയും സ്നേഹവും ആശ്വാസവും ഹൃദയബന്ധവും ഒക്കെ അറിയാതെ മറ്റൊരാൾക്ക് കൊടുത്തു പോകുന്നതാണ്. ഇത് സാധാരണ ജോലി സ്ഥലത്ത് ഒരു ഭർത്താവ്, ഈ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്, ജോലി സ്ഥലത്തെ ഒരു ഭർത്താവും ജോലി സ്ഥലത്തെ ഒരു ഭാര്യയും എന്ന തലത്തിലേക്ക് ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. അതായത് വീട്ടിലൊരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ട്, ജോലി സ്ഥലത്ത് മറ്റൊരു ഭാര്യ മറ്റൊരു ഭർത്താവ് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത് സത്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഇമോഷണൽ തലത്തിലാണ് പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വർത്തമാനങ്ങൾ കൂടുതൽ പറയുന്നത്, കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന, കാര്യങ്ങൾ പങ്കുവെക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ. അയ്യോ, ഇന്നിട്ട് ഡ്രസ്സ് അടിപൊളിയായിട്ടുണ്ട്, അടിപൊളി ഡ്രസ്സ്, മനസ്സിലായി, വേറെ പെണ്ണുമ്പിള്ളയുടെ ഡ്രസ്സ് അടിപൊളിയാണ്, സ്വന്തം ഭാര്യയുടെ ഡ്രസ്സ് ഇന്ന് വരെ നോക്കിയിട്ടില്ല. അപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ തംസപ്പ് കൊടുത്ത്, കാര്യങ്ങൾ കൊടുത്ത്, വീട്ടിലെന്തായി, കൊച്ചിന്റെ റിസൾട്ട് എപ്പോൾ വന്നു, സ്വന്തം വീട്ടിലെ കൊച്ചു 10ാം ക്ലാസ് എഴുതിയിട്ട് എപ്പോൾ എത്തിയെന്ന് ചോദിച്ചിട്ടില്ല, വേറെ അപ്പുറത്തെ വീട്ടിലെ അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ ആളുടെ കൊച്ചിന്റെ റിസൾട്ട് എപ്പോൾ വന്നു, ഇങ്ങനെ മറ്റൊരാളുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ടുള്ളൊരു ശ്രദ്ധ കൊടുക്കുന്ന ഒരു രീതി വരുന്നുണ്ടെങ്കിൽ, അതും ഒരു ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാളുടെ കാര്യത്തിൽ ഇത്തരത്തിൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ടെങ്കിൽ ഓർക്കണം മോനെ മോളെ, മനസ്സ് ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അപകടം പിടിച്ചൊരു മേഖലയാണ്. ഇത് നിങ്ങളുടെ മതിലുകൾ തകരുന്നു എന്നതിൻ്റെ ലക്ഷണമാണ്. ഓക്കെ, അപ്പൊ ഇത് തെറ്റ്. അപ്പൊ ആ സമയത്ത് നമുക്ക് തോന്നുന്നത് ഇതൊരിക്കലും ഒരു തെറ്റായിട്ട് തോന്നില്ല, ഒരു ആശ്വാസം പോലെയാണ് പല ആളുകൾക്കും ഈ കാര്യം തോന്നുന്നത്. തെറ്റൊന്നുമല്ല, ഇതൊരു ജസ്റ്റ് എൻ്റെ കാര്യങ്ങൾ. വീട്ടിലാണെങ്കിൽ അവൾക്ക് ഫുൾ ടൈം എന്താ പറയാ, ഒരു മൊബൈൽ കിച്ചൺ നടക്കുന്ന പോലെ ഫുൾ ഒരു നൈറ്റിയും ഇട്ട് കുക്കിങ്ങും നടത്തി, ഇങ്ങനെ കാര്യങ്ങളും നടത്തി, അല്ലെങ്കിൽ ഫുൾ ടൈം പ്രാർത്ഥന എന്നും പറഞ്ഞ് ബ്ലെസ്സിങ് ടുഡേയുടെ കാര്യങ്ങളും എന്നും പറഞ്ഞ് ഓരോ പരിപാടി എന്നും പറഞ്ഞ് അവൾ നടക്കുവാണ്. വീട്ടിലാണെങ്കിൽ ആൾക്കിത് കേൾക്കാനായിട്ട് ഒരു സമയമില്ല. അപ്പൊ എന്നെ കേൾക്കുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ. അല്ലെങ്കിൽ വേറൊരു സഹോദരി ചിന്തിക്കുകയാണ്, വീട്ടിലാണെങ്കിൽ വന്നു പറയാൻ വരുമ്പോ തന്നെ ഒരു മൂരാച്ചി മോഹമായിട്ടാണ് പുള്ളിക്കാരൻ വന്നു കയറുന്നത്. എങ്ങനെ പറയാനാണ് കാര്യങ്ങൾ? അതുകൊണ്ട് വേറൊരാളെങ്കിലോടെങ്കിലും ഇതൊന്ന് പറയട്ടെ, ഒരു സമാധാനത്തിന്, ഒരാശ്വാസത്തിന് എന്ന് ചിന്തിക്കും. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് പുറമേ അത്ര വലിയ പാപമാണെന്ന് തോന്നുന്നില്ലായിരിക്കാം, പക്ഷേ വിവാഹത്തിന്റെ വിശുദ്ധിയെ തകർക്കുന്ന, മതിലുകളെ തകർക്കുന്ന ഒരു വലിയ സംഭവമാണിത്. കൈകൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഈ മതിലുകൾ, ഞങ്ങളുടെ ഈ മതിലുകൾ എന്നും സംരക്ഷിതമാകട്ടെ. ഇതിനെ തകർക്കുന്ന പുറത്തു നിന്നുള്ള ഒന്നും ഞങ്ങളുടെ അകത്തേക്ക് ഒരിക്കലും പ്രവേശിക്കുകയില്ല എന്ന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആമേൻ. ചേർന്ന് ആമേൻ പറഞ്ഞാലും. ഓക്കെ, മൂന്നാമതായിട്ട് പാസ്റ്റർ അതിനകത്ത് എഴുതിയിട്ടുള്ള കാര്യം ഇതാണ്. മൂന്നാമത്തെ കാര്യം നോക്കുകട്ടെ. സമൂഹ മാധ്യമങ്ങളും ഡിജിറ്റൽ സംസാരവും, സോഷ്യൽ മീഡിയ ആൻഡ് ഡിജിറ്റൽ സംഹാരവും, ഡിജിറ്റൽ ഹാവോക്സ്. സോഷ്യൽ മീഡിയ ഇന്നത്തെ കാലത്ത് നമ്മുടെ മതിലുകൾ തകർക്കുന്ന, ഓക്കെ, ഇന്നത്തെ കാലത്ത് വിവാഹത്തെ തകർക്കാൻ മനുഷ്യൻ തന്നെ വേണമെന്നില്ല, വേറൊരു പുള്ളിക്കാരനും കൂടി ഉണ്ട്. അതാണ് ആര്? സോഷ്യൽ മീഡിയ.
അപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഇത് എന്താ പറയുക, ഒരു ചെറിയ ഫോണിന് ഒരു വലിയ ബന്ധത്തെ തകർക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അത് പാപമാണോ? അത് പാപമല്ല. സാങ്കേതിക വിദ്യ അത് പാപമാണ്. നമ്മുടെ ശാസ്ത്രത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് പോഡ്കാസ്റ്റ് ഒക്കെ കേട്ടു അല്ലെ? അതൊക്കെ പാപമാണോ, തെറ്റാണോ? ഒരിക്കലുമല്ല, അതൊന്നും ഒരിക്കലും തെറ്റല്ല. പക്ഷെ ഇതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യമിരിക്കുന്നത്. അതുകൊണ്ട് ചില സമയത്ത് കുടുംബ ബന്ധങ്ങളുടെ മതിലുകൾ തകർക്കുവാൻ എന്തിന് സാധ്യതയുണ്ട്? സോഷ്യൽ മീഡിയയ്ക്ക് സാധ്യതയുണ്ട്. ഓക്കെ, വീട്ടിലെത്തിയാലും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന, എപ്പോഴും ഫോണിലായിരിക്കുന്ന, ഞാൻ ഇങ്ങനെയൊക്കെ പറയും, എൻ്റെ ദൈവം, എന്നാലും എൻ്റെ സിസ്റ്റർ ഇത്രയും കൃത്യമായിട്ട് എൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയുന്നല്ലോ എന്ന് ഭാര്യമാർ ചിന്തിക്കില്ലേ? മിക്കവാറും എല്ലാ വീടുകളിലും ഇതുണ്ട്. ഓക്കെ, ഫുൾ ടൈം ഫോണിൽ മാത്രം, ഫുൾ ടൈം ഏതെങ്കിലും ഗാഡ്ജറ്റ്സിൽ മാത്രം, അതിനുവേണ്ടി മാത്രം സമയം. ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. കാരണം പുള്ളിക്കാരിരുന്ന് വരച്ചുകൊണ്ടിരിക്കണം, എഞ്ചിനീയർ ആണ് പുള്ളി. ഇത് വരച്ച് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നാളെ കാര്യങ്ങൾ നടക്കില്ല. അതുകൊണ്ട് പുള്ളി ചെയ്യുന്നത് ചിലപ്പോ ആരെയും വിളിച്ച് സൊറ പറയുന്ന ഒന്നും അല്ലായിരിക്കും, നല്ല കാര്യമാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ഫുൾ ടൈം നിങ്ങൾ ഒരു ഫോണിലോ ഏതെങ്കിലും ഒരു ഗാഡ്ജറ്റിലോ നിങ്ങളുടേതായ ഒരു ലോകത്തിലോ മാത്രം നിങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഭാര്യമാർ വീട്ടിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീട്ടിലില്ലെന്ന് അവരങ്ങ് ചിന്തിക്കും. അപ്പോൾ സാധാരണ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയും. പക്ഷെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഹൃദയത്തിലുള്ളത് നിങ്ങളുടെ ശരീരം മാത്രമേ ഈ വീട്ടിലുള്ളൂ, നിങ്ങളുടെ മനസ്സ് ഈ വീട്ടിലില്ല എന്നാണ് ചിന്തിക്കുന്നത്. ക്ലിയർ ആയോ ഞാൻ പറയുന്നത്? ഓക്കെ, അതുകൊണ്ട് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ, അതൊന്നും ഈ സോഷ്യൽ മീഡിയ വന്നപ്പോഴാണ് നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നത്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിനകത്ത് എന്ത് ചെയ്യാം, ഒരു വലിയ വിള്ളൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഒരു വീട്ടിനകത്ത് ഒരു വിള്ളൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ചോർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആദ്യം അവിടുത്തെ എന്ത് ചെയ്യും, ആ മതില്, ചോർച്ചയുള്ള ഭാഗത്ത് എവിടെയാണോ ആ മതിൽ എന്ത് ചെയ്യും, നനയാനായിട്ട് തുടങ്ങും. അതിനുശേഷം ആ മതിലിന്റെ പെയിന്റ് എന്ത് ചെയ്യും, പയ്യെ പയ്യെ പൊളിയാനായിട്ട് തുടങ്ങും. പെയിന്റ് പൊളിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യും, കറുത്ത കളറിൽ കുറെ പൂപ്പൽ ഇങ്ങനെ പിടിക്കാൻ. ഓർമ്മയുണ്ടോ? നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ നടക്കാറുണ്ടോ ഇങ്ങനെ? എൻ്റെ ദൈവമേ, ഞങ്ങൾ പണ്ട് താമസിച്ച ഒരു വീട്ടിൽ ഇതുപോലെയായിരുന്നു. വെള്ളം വരും, വെള്ളം കിനിക്കും, പെയിന്റ് പൊളിയും, അതിനുശേഷം എന്ത് സംഭവിക്കും, പൂപ്പൽ വരും. പിന്നെ കുറച്ച് ദിവസം കൂടി ഇത് മൈൻഡ് ചെയ്യാതിരുന്നാൽ, ഈ പൂപ്പലൊക്കെ വന്നു കഴിയുമ്പോൾ ഇതിനെ അടുത്ത രീതിയിൽ വാട്ടർ പ്രൂഫിംഗ് ഒക്കെ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ മതിൽ താഴെ പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ട് ചോർച്ചകൾ ഉണ്ടാക്കുന്നതിൽ സോഷ്യൽ മീഡിയ വളരെ 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 മിടുക്കനാണ്. ഈ സോഷ്യൽ മീഡിയയുടെ വലിയൊരു അബദ്ധമുണ്ട്. റീൽസ് ആൻഡ് റിയാലിറ്റി കേട്ടിട്ടുണ്ടോ? റീൽസ് ആൻഡ് റിയാലിറ്റി. റീൽസിൽ നമ്മളിങ്ങനെ കാണുകയാണ്, ഭാര്യ കാണുകയാണ്, ഓ, ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കുന്ന ഒരു ഭർത്താവ്. എന്താണ്? ഒരു പ്രത്യേക ദിവസത്തിൽ ഭയങ്കരമായിട്ട് പൂവും കേക്കും മറ്റു കാര്യങ്ങളൊക്കെ വേറൊരാൾ കൊണ്ടുവന്ന് സർപ്രൈസ് കൊടുത്തിട്ട് ആരാണെന്ന് പറയുന്നു, ഭാര്യ കരയുന്നു. ഓ, ആ സ്ഥലത്തേക്ക് നമ്മളെ തന്നെ ഒന്ന് അങ്ങ് പ്രതിഷ്ഠിച്ചെന്ന് അങ്ങ് നോക്കും. എന്ത് സന്തോഷമാണല്ലേ ഇങ്ങനെയുള്ള ഒരു കാര്യം എന്ന് ഓർക്കും. അപ്പോൾ തന്നെ ഭർത്താവ് ഇപ്പുറത്തിരുന്ന് കാണുവാണ്, എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യാണ്, ചേട്ടാ കുഴപ്പമില്ല ചേട്ടാ എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ട് നിൽക്കുന്നത്. ഇവിടെ എന്തെങ്കിലും മിണ്ടുന്നതിന് മുമ്പ് രണ്ടെണ്ണം തിരിച്ചു പറയുന്ന ആളിരിക്കുമ്പോൾ ഭർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്ന റീൽസ് എന്താണ്? മിണ്ടാതെ പഞ്ചഭാവമായിട്ടിരിക്കുന്ന ഒരു ഭാര്യ. ഇത് രണ്ടുപേരുടെ സ്വപ്നങ്ങളാണ്, നടക്കില്ല ഈ ലോകത്ത്. ആ റീൽസിൽ മാത്രമേ നടക്കുള്ളൂ. റീൽസ് എടുത്തപ്പോൾ ആ ഭാര്യ ഇങ്ങനെ മിണ്ടാതിരുന്നെങ്കിലും ആ സ്വിച്ച് ഇങ്ങനെ ഓഫ് ചെയ്യണ സമയത്ത് നിങ്ങൾ എന്തായിരുന്നു ആ മുഖം അന്നേരം പിടിച്ച്, ഞാൻ പറഞ്ഞാലോ മുഖം ഇങ്ങനെ പിടിക്കരുതെന്ന്. അവിടെ നല്ല ഇടി നടക്കണ്ടാവും. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ, ചിലപ്പോൾ ഓഫ് ചെയ്യാതെ തന്നെ ഉണ്ട്, അവർ എഡിറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും. അപ്പൊ റീൽസ് അല്ല റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഭാര്യമാർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അവർക്ക് കണ്ടന്റ് ഉണ്ടാക്കണം, അവർക്ക് റീച്ച് ഉണ്ടാക്കണം. ഭാര്യമാർ എന്തിന് വീഴ്ത്താം എന്നുള്ളവർ കണ്ടിട്ടുണ്ട്, ഭർത്താക്കന്മാർ എന്തിന് വീഴ്ത്താം എന്നുള്ളത് അവർ കണ്ടിട്ടുണ്ട്. മിണ്ടാതെ ഇങ്ങനെ അനങ്ങാതിരിക്കുന്ന ഭാര്യമാര്. അങ്ങനെയെങ്കിൽ നിങ്ങൾ നിശബ്ദമായിരിക്കുന്ന ഒരു മൗനിയായിട്ടിരിക്കുന്ന എന്താ പറയാ സംസാരിക്കാൻ കഴിവില്ലാത്തൊരു പെണ്ണിനെ കെട്ടിയാൽ മതിയായിരുന്നു. അപ്പൊ അതാരും കെട്ടുന്നില്ലല്ലോ, അതാരും കല്യാണം കഴിക്കുന്നില്ലല്ലോ. അങ്ങനെ അപ്പൊ മിണ്ടുന്ന ഒരാളെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവര് മിണ്ടിയിരിക്കും. പക്ഷെ അത് എങ്ങനെ മിണ്ടണം? അതുപോലെ തന്നെ നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. ഈ റീൽസിൽ കാണുന്ന പോലെ അല്ല കാര്യം. ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള റീൽസുകൾ പലപ്പോഴും എന്ത് ചെയ്യണം, സത്യമല്ല, ജീവിതത്തിന്റെ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളല്ല. അവർ ചില ഹൈലൈറ്റ്സുകൾ മാത്രമാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ മനോഹരമായി പാക്ക് ചെയ്ത ചില നിമിഷങ്ങൾ മാത്രം അവർ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് ചിത്രീകരിക്കുകയാണ്. എന്നാൽ അതിനപ്പുറത്ത് റിയാലിറ്റി വേറെയാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. 1-2 ടിപ്സ് പറയുവാണ്. സ്ക്രീൻ ടൈം കുറയ്ക്കുക. ഫോൺ രഹസ്യമായിട്ട് വെക്കരുത്.
രഹസ്യ പാസ്വേഡുകൾ വെക്കരുത്. ഡിവൈസിനേക്കാൾ നിങ്ങളുടെ സ്പൗസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു കാര്യം നിങ്ങൾക്കറിയാമോ, സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയൊരു മാജിക് ഉണ്ട്. ദൂരെയുള്ളവരെ അടുത്തുള്ളവരെ പോലെ ആക്കി തീർക്കും, എന്നിട്ട് ഈ അടുത്തുള്ളവരെയൊക്കെ അങ്ങ് ദൂരെ ആക്കും. മനസ്സിലായോ ആർക്കെങ്കിലും? എങ്ങാണ്ടും അമേരിക്കയിൽ കിടക്കണ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആളെ ആന്റിന്ന് വിളിച്ച് നമ്മൾ വലിയ വർത്താനമാ. ചിലപ്പോൾ ബ്ലെസ്സിങ് ടുഡേയിൽ വല്ല കാലത്തും കണ്ടു കാണും. അപ്പൊ ദൂരെയുള്ള ആളുകള് എപ്പോഴും എന്ത് ചെയ്യും, നമ്മൾ അടുത്തുള്ളത് പോലെ നമുക്ക് അങ്ങ് തോന്നും. പക്ഷെ നമ്മുടെ അടുത്തിരിക്കുന്ന ആളുകളെ മനസ്സിലാക്കാൻ പറ്റാതെ ആക്കുന്ന ഒരു വലിയ പ്രവണതയാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ മാജിക് എന്ന് പറയുന്നത്. അപ്പോൾ ശത്രുവിന്റെ ഏറ്റവും വലിയൊരു തന്ത്രത്തിൽ, മതിലുകൾ പൊളിക്കുന്ന തന്ത്രത്തിൽ എന്തുണ്ട്? സോഷ്യൽ മീഡിയ ഉണ്ട്. നോട്ടിഫിക്കേഷൻസ് ആയിട്ട്, മെസ്സേജുകളായിട്ട്, സ്ക്രീനുകളായിട്ട് ഇതെല്ലാം നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കും. അടുത്ത മതിലുകൾ പൊളിക്കുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് അശ്ലീല ചിത്രങ്ങളും രഹസ്യ സ്വഭാവങ്ങളും. പോണോഗ്രാഫി ആൻഡ് ഹിഡൻ ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. പോണോഗ്രാഫി അഥവാ അശ്ലീല ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേകത, ഈ പോണോഗ്രാഫിക്ക് അഡിക്റ്റ് ആവുന്ന ആളുകളുണ്ട്, പോണോഗ്രാഫി കണ്ടു തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ട്. പോണോഗ്രാഫി എന്ന് പറയുമ്പോൾ അശ്ലീല ചിത്രങ്ങൾ. ഇന്ന് നമ്മുടെ കയ്യിൽ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് മാസികൾ മാത്രം അല്ലെ, നാനയൊക്കെ വായിക്കുന്നത് ഒളിച്ചായിരിക്കും വായിക്കുന്നത്. അപ്പനും അമ്മയൊക്കെ പുറകെ കൂടി ആയിരിക്കും അടി പാഴ്സലായിട്ട് വന്നത്. ഇപ്പൊ കോളേജിലിരുന്നൊക്കെ ആയിരിക്കും പണ്ടത്തെ ആളുകൾക്ക് മനസ്സിലാവും. സിനിമ മാസിക, നാന, ആർക്കൊന്നും അറിയാൻ പോലും വയ്യ കർത്താവേ, ഒന്നും അറിയാത്ത ആളുകളായിട്ടായിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ വളരെ രഹസ്യമായിട്ടായിരിക്കാം അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ പലരൊക്കെ വായിച്ചത്. പക്ഷെ ഇന്ന് അതുപോലെയല്ല. നമ്മുടെ ഒരു വിരൽ തുമ്പിൽ ഏത് അശ്ലീല ചിത്രങ്ങൾ കാണുവാനും, അത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാ ദിവസവും കാണുവാനും, അതിന് അഡിക്റ്റ് ആകാനും ഒക്കെയുള്ള വളരെയധികം സാധ്യതകൾ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഇത്തരത്തിൽ വ്യാജ ചിത്രങ്ങളിലേക്ക് അല്ലെങ്കിൽ മൂവികളിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മൾ അറിയാതെ ഒരു വ്യാജ ലോകത്തേക്കാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ പോലും അറിയാതെ ഒരു വ്യാജ ലോകത്തേക്ക് നമ്മളെ തന്നെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിത പങ്കാളിയോടുള്ള നമ്മുടെ സംതൃപ്തി വളരെയധികം എന്ത് ചെയ്യും, കുറയാനായിട്ട് തുടങ്ങും. ജീവിത പങ്കാളിയുമായിട്ടുള്ള ലൈംഗിക സംതൃപ്തിയിൽ എന്തുണ്ടാകും, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വ്യാജ പ്രതീക്ഷകൾ അമിതമായിട്ട് വരാൻ തുടങ്ങും. നമ്മുടെ പങ്കാളി പോരാ എന്ന് പറയുന്ന ഒരു തോന്നൽ ഉണ്ടാകാൻ തുടങ്ങും. അതുമാത്രമല്ല, ഇടയിൽ രഹസ്യങ്ങൾ വളരെയധികം സൂക്ഷിക്കാനും വളർത്തുവാനുമുള്ള സാധ്യതകൾ ഇതിനകത്തൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവാനായിട്ട് ശ്രമിക്കും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 28-ാമത്തെ വചനം, ഞാനോ നിങ്ങളോട് പറയുന്നത് സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ എല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി എന്നുള്ളത്. അപ്പോൾ നമ്മുടെ യാഥാർത്ഥ്യത്തിൽ നിന്ന് നമ്മുടെ തലച്ചോറിനെ ഒരു മനോരാജ്യത്തിലേക്ക് ആക്കാനുള്ളൊരു പ്രവണത അശ്ലീല ചിത്രങ്ങൾ കാണുമ്പോഴുണ്ട്. ഇത് കണ്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകും. ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുറന്ന സമ്മതം ദൈവം മുൻപാകെ നമുക്കുണ്ടാകണം. ഇതിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, ഒരു തുറന്ന സമ്മതം ദൈവം മുൻപാകെ ഉണ്ടാകണം. അതുമാത്രമല്ല, നിങ്ങളുടെ മുകളിലുള്ള ഒരു ആത്മീയ നേതാവ്, നിങ്ങളുടെ പാസ്റ്റർ, നിങ്ങൾക്ക് വിശ്വസ്തമായിട്ട് സംസാരിക്കാൻ സാധിക്കുന്ന, പുറത്തേക്ക് രഹസ്യം പോകില്ല എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു അക്കൗണ്ടബിലിറ്റി, അതായത് ചില നാളുകൾ ആ വ്യക്തിയുമായിട്ട് സംസാരിക്കും. അദ്ദേഹത്തിന്റെ കെയറിന്റെ കീഴിൽ, അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിന്റെ കീഴിൽ അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തേക്കെങ്കിലും നിങ്ങളായിരിക്കുന്ന ഒരു രീതി നിങ്ങൾ അവലംബിക്കുക. അതുമാത്രമല്ല, ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അതിരുകൾ വെക്കുക. ആത്മീകമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് സഭയുമായിട്ടുള്ള ബന്ധത്തിലുള്ള അതിൻ്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ വ്യാപൃതരാകുക. അങ്ങനെ അവിടെ കൊടുത്തിരിക്കുന്ന ആ എനർജി മൊത്തം ഇപ്പുറത്തോട്ട് കൊടുത്ത്, ആത്മീക കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്ത് ഇതിനെന്ത് ചെയ്യുക, അതിനെ മെല്ലെ 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 ഇല്ലാതെ ആക്കിക്കൊണ്ട് ഇരിക്കുക. ഓക്കെ, അടുത്ത ഒരു പോയിന്റ് നമ്മൾ കാണുന്നത് 5-ാമത്തെ പോയിന്റാണ്, വിസിറ്റിംഗ് പ്രോസ്റ്റിറ്റ്യൂട്ട് ഓർ എൻഗേജിങ് ദ അഫെയേഴ്സ്. വേശ്യകളെ സന്ദർശിക്കുന്നതും ബന്ധങ്ങളിൽ ഇടപെടുന്നു. ഈ വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും, ഈ കാലഘട്ടത്തിലോ ഇത് സംഭവിക്കുന്നത് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ പോലും അറിയാതെ ഇങ്ങനൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് അത് നല്ല ഒരു വാക്കല്ല എന്ന് എനിക്കറിയാം. പല ബന്ധങ്ങൾ ഉള്ള ആളുകളെ ഒരിക്കൽ പോലും ഈ ഒരു വാക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിക്കാറില്ല.
ഓക്കെ, വേശ്യ എന്ന് പറയുന്ന ഒരു വാക്ക് ഇന്നത്തെ കാലത്ത് പലവിധ ബന്ധങ്ങളിലുള്ളവരാണെങ്കിൽ അവരുടെ ഒരു ബലഹീനത പോലെയാണ് ഇന്നത്തെ സമൂഹം അതിനെ ചിത്രീകരിക്കുന്നത്. പല ആളുകളുമായിട്ട് ഒരു വർഷത്തേക്ക് ഒരാളുടെ കൂടെ ജീവിതം, അടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറൊരാളുടെ കൂടെ ജീവിതം, ഇങ്ങനെയുള്ള രീതിനെ നമ്മൾ ഇങ്ങനെ ഒരു വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊരു തെറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ വില കുറഞ്ഞ ഒരു രീതിയായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. വാക്കുകൾ എന്നതിനപ്പുറമായിട്ട് അതിനെ വില കുറഞ്ഞോ എങ്ങനെയാണെങ്കിലും അത് ഞാൻ ഉപയോഗിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? സദൃശവാക്യങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 27-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു വാക്കുണ്ട്, തീ കെടാതെ വസ്ത്രം കത്തിപ്പോകാതെ ആർക്കെങ്കിലും തീയെ മടിയിൽ കൊണ്ടുവരാൻ കഴിയുമോ? ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്, വസ്ത്രം കത്തിപ്പോകാതെ ആർക്കെങ്കിലും തീയെ മടിയിൽ കൊണ്ടുവരാൻ സാധിക്കുമോ? 6-ാം അധ്യായം 27-ാമത്തെ വചനമാണ്. ഓക്കെ, അതിൻ്റെ അർത്ഥം ഇതിനകത്ത് തൊട്ടാൽ ഇത് തീക്കളിയാണ്. ഇത്തരത്തിൽ പല ആളുകളുമായിട്ട് കണക്ഷനിലൂടെ പോകുന്ന ആളുകളുടെ അടുക്കിലേക്ക് നമ്മൾ ചെന്നാൽ, അത് പുരുഷനാകാം സ്ത്രീയാകാം, അത് ചെന്ന് കഴിഞ്ഞാൽ അതൊരു തീക്കളിയാണ്. കാരണം ഇവിടെ ആദ്യം എന്താ പറയുക, ഹൃദയമേ പോകുന്നുള്ളൂ, പിന്നീട് അതിൻ്റെ പിറകെ ആരും പോകും? ശരീരവും പോകും. അതുകൊണ്ട് അതൊരു തീക്കളിയാണ് എന്ന് തിരിച്ചറിയണം. ഓക്കെ, ഇനി ഇത്തരത്തിൽ ഇത്തരം ബന്ധങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ പറയാം. നിങ്ങളുടെ അകത്ത് ഒരു വലിയ കുറ്റബോധം ഉണ്ടാകാൻ തുടങ്ങും. ആ കുറ്റബോധത്തിൽ നിന്ന് നിങ്ങളുടെ സമാധാനം പോകും. ആ സമാധാനം പോകുന്നിടത്ത് ഭാര്യയോടും മക്കളോടും വീട്ടിലുള്ള ആളുകളെ നിങ്ങൾക്കൊരു ശത്രുവായിട്ട് തോന്നും. അവരെ എങ്ങനെയും ഇല്ലാതാക്കണം എന്ന് തോന്നും, അവരെ വഴക്ക് പറയണം എന്ന് തോന്നും, അവരെ അടിച്ചമർത്തണം എന്ന് നിങ്ങൾക്ക് തോന്നും. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആത്മീക ജീവിതം മരവിക്കും, പ്രാർത്ഥനയിൽ ഇഷ്ടമില്ലാതെയാകും, ഞായറാഴ്ച ആരാധനകൾ ഏതെങ്കിലുമൊക്കെ കാരണം പറഞ്ഞുകൊണ്ട് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കുക, ഇതൊരു ഇമോഷണൽ അഫെയർ എന്ന് പറയുന്ന സ്ഥാനത്തിൽ നിന്ന് ശാരീരികമായ ബന്ധത്തിലേക്ക് ഇത് മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ സൗഹൃദം അതിൽ നിന്ന് അടുപ്പത്തിലേക്ക് വരുന്നു, അവിടെ നിന്ന് രഹസ്യങ്ങൾ സംസാരിക്കുന്ന തലത്തിലേക്ക് വരുന്നു, അവിടെ നിന്ന് പാപത്തിലേക്ക് ആളുകൾ എത്തിച്ചേരുന്ന ഒരു രീതിയിലേക്ക് വരികയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സാധാരണ രീതിയിൽ ഇങ്ങനെ വരുമ്പോൾ ആ ഒരു ഇമോഷണൽ അഫെയർ എന്ന് പറയുന്ന സംഭവത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഇത്തരത്തിലുള്ള ശാരീരിക ബന്ധങ്ങളിലേക്ക് പ്രവേശിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇതും നിങ്ങളുടെ മതിലുകളെ തകർക്കുന്ന ബാഹ്യമായിട്ടുള്ള ഭീഷണികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനോട് കണക്ട് ചെയ്ത് മറ്റൊരു കാര്യമുണ്ട്, ജോലി സ്ഥലത്തെ വൈകാരിക പങ്കാളികൾ എന്ന് പറയുന്നത്, വർക്ക് പ്ലേസ് ഇമോഷണൽ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ 2 തരത്തിലുള്ള പാർട്ട്നേഴ്സിനെ നമ്മൾ പറയാറുണ്ട്. ഒന്ന് ലീഗൽ പാർട്ട്ണർ, രണ്ടാമത്തത് ഇമോഷണൽ പാർട്ട്ണർ. ഒന്ന് നിയമപരമായിട്ടുള്ള പങ്കാളി, 2 വൈകാരിക പങ്കാളി. നിയമപരമായിട്ടുള്ള പങ്കാളി എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള, നമ്മൾ രാത്രി നമ്മുടെ കൂടെയുള്ള, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്തുന്ന നമ്മുടെ ഭാര്യയോ ഭർത്താവോ ആണ് നിയമപരമായിട്ടുള്ള പങ്കാളി. എന്നാൽ ഒത്തിരി ആളുകൾക്കും, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നത് ജോലി സ്ഥലത്ത്, മറ്റ് സ്ഥലങ്ങളിൽ മറ്റ് പങ്കാളികൾ, അതിനെ ഇമോഷണൽ പാർട്ട്നേഴ്സ് എന്നാണ് പറയുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു അക്കൗണ്ട്, നിങ്ങൾക്കൊരു അക്കൗണ്ട് ഉണ്ടെന്ന് ഓർക്കുക, ഒരു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, മറ്റൊരു അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്തു മറ്റൊരു ബാങ്കിൽ എന്ന് കരുതുക. അപ്പോൾ അതിനകത്ത് ആദ്യം ഓപ്പൺ ചെയ്ത ബാങ്കിൽ കുറച്ച് പൈസയൊക്കെ ഉണ്ടായിരുന്നു. ആ പൈസ എല്ലാം ചെലവഴിച്ചതിന് ശേഷം പിന്നീട് അടുത്ത ബാങ്കിൽ, പിന്നീട് രണ്ടാമത് 10 വർഷം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്ത അടുത്ത ബാങ്കിലാണ് നിങ്ങളുടെ സമയം നിങ്ങൾ ചെലവഴിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ സ്നേഹം നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ, നിങ്ങളുടെ കെയർ നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ, നിങ്ങളുടെ നിക്ഷേപം നിങ്ങൾ കൊണ്ടുപോയി ഇടുന്നതെങ്കിൽ, അതിന്റെ അർത്ഥം അതാണ് ഒരു ഇമോഷണൽ പാർട്ട്ണർ. നിങ്ങളുടെ ഭാര്യയോട് രാവിലെ ഗുഡ് മോർണിംഗ് പറയുന്നില്ല, മറ്റൊരാളോട് നിങ്ങൾ ഗുഡ് മോർണിംഗ് പറയുന്നത്. നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ ഭക്ഷണം കഴിച്ചുവോ എന്ന് ചോദിക്കുന്നതിനാൽ മറ്റൊരാൾ ഭക്ഷണം കഴിച്ചുവോ എന്ന് ചോദിക്കുന്നു. നിങ്ങളുടെ ഭാര്യയോട് ചോദിക്കുന്നില്ല, ഭർത്താവിനോട് ചോദിക്കുന്നില്ല, എന്നാൽ മറ്റൊരു വ്യക്തിയോട് ഇന്ന് എന്തുടുപ്പാണ് ഇട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വേറൊരു അക്കൗണ്ട് തുറന്നിരിക്കുകയാണ്. ഇന്ന് ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. അത്
നിർത്തലാക്കണം. കാരണം അത് നിർത്തലാക്കിയില്ലെങ്കിൽ അത് നിങ്ങളുടെ മതിലുകളെ തകർക്കുന്ന ശക്തമായിട്ടുള്ളൊരു ഒരു എന്താ പറയുക, കുടുംബത്തിന് എതിരെ നിൽക്കുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു ബാഹ്യ ഭീഷണിയാണ് ആ കാര്യം എന്ന് പറയുന്നത്. അടുത്ത 7ാമത്തെ കാര്യം, ലാസ്റ്റ് പോയിന്റ്, സൗഖ്യമാകാത്ത കഴിഞ്ഞ കാല ബന്ധങ്ങൾ, അൺഹീൽഡ് പാസ്റ്റ് റിലേഷൻഷിപ്പ്. കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപക്ഷെ കാമുകനോ കാമുകിയോ ഒരുപക്ഷെ അതിന് മുന്നമേ കാലത്ത് വേറൊരാളെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരിക്കാം, അതിനുശേഷം സെക്കൻഡ് മാരേജ് ആയിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ള ഒത്തിരി ആളുകളും എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്, എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ പഴയകാല ചിന്തകളും ഓർമ്മകളും പുതിയ ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പാടില്ല. ഇതിനെ പറയുന്ന എക്സ്ട്രാ ബാഗേജ് എന്ന് പറയും. ഈ എക്സ്ട്രാ ബാഗേജിനെ ഒരിക്കലും നമ്മുടെ പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പാടില്ല. നമ്മുടെ ചിന്തകളിലേക്ക് കൊണ്ടുവരരുത്, നമ്മുടെ ഓർമ്മകളിലേക്ക് നമ്മൾ കൊണ്ടുവരരുത്. അതിൻ്റെ അർത്ഥം നമ്മുടെ വീടിൻ്റെ ഒക്കെ മുൻവാതിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിൻവാതിലോ ഒരു വാതിൽ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ലോക്ക് വീഴുന്ന വിധത്തിൽ ക്ലോസ് ചെയ്തിട്ടില്ല. ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഒരു ചെറുതായിട്ട് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായൊരു കാറ്റ് വന്നാൽ എന്ത് സംഭവിക്കും? ആ വാതിലങ്ങ് തള്ളി തുറക്കും. ഇതുപോലെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് അങ്ങോട്ട് കംപ്ലീറ്റ് ലോക്ക് ചെയ്യാതെ കാഴ്ചക്ക് ലോക്ക് ചെയ്തിരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നതെങ്കിലും പഴയ കാലത്തെ ആ വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻസ്, ആ വ്യക്തിയുമായിട്ടുള്ള ചാറ്റിങ്, അതിൻ്റെ ഓർമ്മകൾ, അതിൻ്റെ ചിന്തകൾ, അതിനെക്കുറിച്ച് താരതമ്യം നടത്തുന്ന സംസാര രീതികൾ, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും ഈ വാതിൽ അടച്ചിട്ടില്ല, ലോക്ക് ചെയ്തിട്ടില്ല, എവിടെയോ അറ്റത്ത് മുട്ടിച്ച് വെച്ചിരിക്കുക. ഒരു കാറ്റ് വന്നാൽ വീണ്ടും ഇത് കംപ്ലീറ്റ് തുറക്കാൻ സാധ്യതയുണ്ട്. ഭയങ്കര അപകടകരമായിട്ടുള്ള ഒരു ഭാഗ്യ ഭീഷണിയാണ്. അതുകൊണ്ട് ഇതിന്റെ പരിഹാരം എന്ന് പറയുന്നത്, ഇങ്ങനെ വരുമ്പോൾ, ഈ പഴയ ഓർമ്മകൾ വരുമ്പോൾ എന്താണ്, അയാൾ എന്നെ നന്നായിട്ട് സ്നേഹിച്ചിരുന്നു, ഇപ്പൊ ഇയാൾ എന്നെ അത്രയധികം സ്നേഹിക്കുന്നില്ല, അയാളോടൊപ്പമുള്ള ജീവിതം എത്ര സുന്ദരമായിരുന്നു, അയാളുടെ കൂടെ ജീവിച്ചിരുന്നു ഞാനിപ്പോൾ എവിടെയായിരുന്നേനെ, എവിടെ എത്തേണ്ടതായിരുന്നു, ഞാനിപ്പോൾ ദുബായിൽ നിൽക്കേണ്ടതായിരുന്നു, അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഇയാള് എനിക്ക് മാച്ച് അല്ല, മറ്റേയാൾ എനിക്ക് എത്ര നല്ല മാച്ച് ആയിരുന്നു. ഓക്കെ, ഇങ്ങനെ പല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ കട്ട് ദ കോഡ്. ആ ബന്ധത്തെ വിച്ഛേദിക്കുക. ചിന്തയിൽ നിന്നും, വാക്കുകളിൽ നിന്നും, മൊബൈലിൽ നിന്നും, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അതിനെ കംപ്ലീറ്റ്ലി വിച്ഛേദിക്കുക. ഇന്ന് നമ്മൾ ഈ കാണുന്ന, അറിയാതെ കിടക്കുന്ന ഈ കാര്യങ്ങൾ നാളെ നിങ്ങളെ തിരിഞ്ഞുകൊത്തുന്ന ഒരു വലിയ തലത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മാരേജിന് ചുറ്റും ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, ബിൽഡ് എ ഹെഡ്ജ് അറൗണ്ട് യുവർ മാരേജ്. നിങ്ങളുടെ വിവാഹ ജീവിതത്തിന് ചുറ്റും ഒരു മതിൽ പണിയുക, ഒരു അതിർവരമ്പുണ്ടാക്കുക. വേലി ഇല്ലാത്ത വിവാഹമാണെങ്കിൽ പെട്ടെന്ന് ആക്രമിക്കപ്പെടും. ഒരു നല്ല തോട്ടക്കാരൻ തോട്ടമുണ്ടാക്കിയതിന് ശേഷം, ചെടികൾ നട്ടതിന് ശേഷം അതിന് ചുറ്റും എന്ത് ചെയ്യും, ഒരു വേലി വെക്കും. എന്തിനാണ്? ഫലമുണ്ടാകുന്ന സമയത്താണ് കാട്ടുമൃഗങ്ങളും മറ്റു പല ആളുകളും കള്ളന്മാരും ഒക്കെ വന്ന് അതിനെ നശിപ്പിക്കാനോ അതിനെ എടുത്തു കൊണ്ടുപോകാനോ സാധ്യതയുള്ളതുകൊണ്ട് ഒരു നല്ല തോട്ടക്കാരൻ ഒരു വേലി വെക്കുന്നത് പോലെ നമ്മുടെ കുടുംബ ജീവിതത്തിന് ചുറ്റും നമ്മൾ ഒരു വേലി വെക്കണം. ആരാണ് വേലി സ്ഥാപിക്കേണ്ടത്? ഒന്ന്, ആ വേലി സ്ഥാപിക്കുന്ന ദൈവം തന്നെയാണ്. അത് നമ്മൾ അംഗീകരിക്കണം. കാരണം വേലി എന്ന് പറയുന്നത് അതൊരു നിയന്ത്രണമല്ല, മറിച്ച് അതൊരു സംരക്ഷണമാണ്. ഒന്ന് പറഞ്ഞ, അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, അതിരുകൾ നിയന്ത്രണമല്ല, ഇതൊരു സംരക്ഷണമാണ്. ഒന്നുകൂടെ ചിന്തിച്ചേ. നമ്മൾ ചിന്തിക്കുന്ന അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നത് ഒരു നിയന്ത്രണമായിട്ടാണ് ചിന്തിക്കുന്നത്. അല്ല, അതൊരു സംരക്ഷണമാണ്. എത്ര പേര് ആമേൻ പറയും? അതുകൊണ്ട് ഈ സംരക്ഷണത്തിന്റെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ദൈവം തമ്പുരാനാണ്. കാരണം യോബിന്റെ കാര്യത്തിൽ സാത്താൻ വന്നിട്ട് നീ അവന് ചുറ്റും വേലി കെട്ടി സംരക്ഷിച്ച് വെച്ചിരിക്കുവല്ലേ എന്നല്ലേ ചോദിക്കുന്നേ. കയ്യൊന്ന് ഉയർത്തി, ഒരു കൈ ചേർത്ത് പിടിച്ചിട്ട് കയ്യൊന്ന് ഉയർത്തിയിട്ട്, കർത്താവേ നന്ദി കർത്താവേ, ഞങ്ങൾക്ക് ചുറ്റും വേലി കെട്ടി ഞങ്ങളെ സൂക്ഷിച്ചതിനായിട്ട് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേ. എന്തെല്ലാം വന്നു ജീവിതത്തിൽ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, രോഗങ്ങൾ, മറ്റു പല കാര്യങ്ങൾ, പ്രയാസങ്ങളിലൂടെ പോയപ്പം വാക്കുകൾ ഒക്കെ നമ്മളെ തെറ്റിച്ചൊക്കെ പറഞ്ഞു, പലതും സംഭവിച്ചു. പക്ഷേ കർത്താവിൻ്റെ വേലിക്കെട്ടിനുള്ളിൽ ആയതുകൊണ്ട് ഇതുവരെയും ഇത്രത്തോളം യഹോവ എന്നെ നടത്തി, ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ വേലി, അതാണ് 1ാമത്തെ വേലി. 2ാമത് കെട്ടേണ്ട ആളുകൾ വേറെ ആളുമല്ല, നമ്മൾ തന്നെയാ കെട്ടേണ്ടത്, വേലി കെട്ടേണ്ടത്.
അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, നിങ്ങളുടെ ഭാര്യയെ നോക്കിയിട്ട് ഭർത്താവും, ഭർത്താവിനെ നോക്കിയിട്ട് ഭാര്യയും പറ, നീ അല്ലെങ്കിൽ നിങ്ങൾ വേലി കെട്ടണ്ട. പറഞ്ഞേ, അതാണ് പ്രശ്നം. നമ്മുടെ പങ്കാളിക്ക് വേണ്ടി നമ്മൾ വേലി കെട്ടും, അത് തെറ്റാണ്. ദൈവം കഴിഞ്ഞാൽ ആ വേലി കെട്ടേണ്ട ആൾ ആരാണ്? നമ്മൾ തന്നെയാ. ആ വേലികെട്ടിന് പോകരുത്. രണ്ടാമത് പറഞ്ഞ വേലികെട്ടിന് നമ്മൾ പോകരുത്. പക്ഷെ നമുക്ക് ഭയങ്കര ഇഷ്ടം വേറൊരാളുടെ വേലി കെട്ടാൻ. എന്തുവാണെന്നറിയില്ല, ഭയങ്കര സന്തോഷമാണ് നമുക്ക്. ആ വേലി കെട്ടുമ്പോൾ നമുക്കൊരു പ്രത്യേകമായിട്ടുള്ളൊരു ഉന്മേഷവും എല്ലാം ഇങ്ങനെ കയറി വരും. അടുത്തിരിക്കുന്ന ആളോട് പറ, സ്വന്തം വേലി കെട്ടിയാൽ മതി. ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട് പറ, എൻ്റെ വേലി ഞാൻ കെട്ടിക്കോളാന്ന് പറ. ഹല്ലേലൂയ. പക്ഷേ കെട്ടണം കേട്ടോ. നേരത്തെ തോട്ടക്കാരന്റെ കഥ പറഞ്ഞ പോലെ. ഓക്കെ, അപ്പൊ വേലി നിയന്ത്രണമല്ല, അത് സംരക്ഷണമാണ്. പുറത്തുനിന്നുള്ള ആക്രമണത്തെ തടയാനുള്ളതാണ്. അനാവശ്യമായിട്ടുള്ള സ്വാധീനങ്ങൾ മറ്റ് ആളുകളുടെ, ബന്ധുക്കളുടെ, മിത്രങ്ങളുടെ, നേരത്തെ പറഞ്ഞ അമ്മായിയമ്മ, അമ്മായിപ്പൻ, ഇവരുടെ എല്ലാവരുടെ സ്വാധീനങ്ങൾ അകത്തേക്ക് വരാതെ കെട്ടി നിർത്തേണ്ട ഒന്നാണ് ഈ വേലി എന്ന് പറയുന്നത്. ഓക്കെ, എന്തെല്ലാം വേലികളാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വയ്യാവേലി അല്ല കേട്ടോ, അത് വേലി. ഓക്കെ, എന്തെല്ലാം വേലികളാണ് നമുക്ക് ഇതിന് ചുറ്റുമായിട്ട് വേണ്ടതെന്ന് പറയുന്നുണ്ട്. ഇമോഷണൽ ബൗണ്ടറീസ് നമ്മൾ കെട്ടണം, മാനസികമായിട്ടുള്ള വേലി നമ്മൾ കെട്ടണം. 2, ഡിജിറ്റൽ ബൗണ്ടറീസ്, ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ തുടങ്ങിയ മാധ്യമങ്ങളുടെ അതിരുകളെ നമ്മൾ കെട്ടണം. അടുത്തത് ഫിസിക്കൽ ബൗണ്ടറീസ്, ശാരീരികമായിട്ടുള്ള, കണ്ട ആളുകളെല്ലാം വന്ന് നമ്മളെ തോണ്ടാനും കെട്ടിപ്പിടിക്കാനും. ദൈവം എന്നെ തല്ലി കൊല്ലി. ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർ ആരെ കണ്ടാലും കെട്ടിപ്പിടിക്കും. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ പങ്കാളിക്കല്ലാതെ വഴി കൂടെ പോകുന്ന എല്ലാവർക്കും തലോടാനും തോണ്ടാനും അനുവദിക്കരുത്. ഈ ക്ഷമ സിസ്റ്റർ കുറെ പഴഞ്ചനായി പോയെന്ന് നിങ്ങൾക്ക് തോന്നണ്ടോ? എങ്കിൽ ക്ഷമിച്ചു കള. പക്ഷെ ഇത് ബൈബിളിൽ നിന്ന് എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ. ഓക്കെ, യെസ്. അടുത്തത് മെന്റൽ ബൗണ്ടറീസ്, ചിന്തകളുടെ കാര്യത്തിൽ. കാട് കീറി ഓപ്പോസിറ്റ് സെക്സിനെതിരെ ഓർക്ക് ചിന്ത ഒരു വിത്താണ്, നമ്മൾ എപ്പോഴും കേൾക്കുന്ന. ആ വിത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് താരാട്ട് പാടി കൊടുത്ത് അത് മരമാവും. പിന്നെ പണ്ട് പറഞ്ഞ പാമ്പിന് പാല് കൊടുക്കരുത്, ഒരു ദിവസം നീയും കൊടുത്ത കൈക്ക് തന്നെ കൊത്തു എന്ന് പറയണ പോലെ തിരിച്ചു കൊത്തും മക്കളെ. അടുത്ത സ്പിരിച്വൽ ഹെഡ്, ആത്മീകമായിട്ടുള്ള വേലി. അതാണ് കർത്താവ് ചെയ്തു കൊടുത്തത് ഇയ്യോബിന്റെ കാര്യത്തിൽ. ബന്ധങ്ങൾക്ക് ചുറ്റുമുള്ള റിലേഷണൽ ബൗണ്ടറീസ് എന്ന് പറയും. ഇല്ലോസ് അല്ലെങ്കിൽ എന്താ പറയുക, ഫ്രണ്ട്സ്, ഇതൊക്കെ ഒരു കാലത്ത്, അതാ ഞാൻ പറഞ്ഞ, കാലഘട്ടം മാറുവാണ്. നമ്മൾ പറയുന്ന പോലെ ഇനി ഒരു 5 വർഷം കഴിയുമ്പോൾ ഇവിടെ ഇല്ലോസ് പ്രോബ്ലം ഒത്തിരി ആയിട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടി വരില്ല ചർച്ചകളിലൊന്നും. അത് മാഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഈ അമ്മായിമ്മ പോരൊക്കെ മാറി. ഇപ്പൊ എന്തെല്ലാം രീതി ഉണ്ടെന്ന് ഓർത്തിട്ടാ പോരിന്. ഇപ്പോഴത്തെ അമ്മായിമ്മമാരൊക്കെ യോയോ അമ്മായിമ്മമാർ, വീട്ടിൽ യോയോ. എന്നിട്ട് എന്താ ചെയ്യുന്ന, മരുമകൾ അമ്മായിമ്മയെ നോക്കുന്നില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഒരു റീൽസ് ഉണ്ടെങ്കിൽ അതിന് ലൈക്ക് കൊടുക്കും. അപ്പൊ അത് മരുമോള് കാണും, ലൈക്ക് ബൈ ഡാഷ്. അല്ലെങ്കിൽ ഒരു റീല് ഷെയർ ചെയ്ത് കൊടുക്കും. യോയോ അമ്മായിമ്മമാരാണ്. അതുമല്ല, അതായത് ഇപ്പം പരാതികൾ ഇവിടെ എവിടെയെങ്കിലും ഈ വഴക്കും പരാതിയും ഒക്കെ തീർക്കണം. അതിനിപ്പം മരുമോള് തന്നെ വേണം എന്നില്ല. ഇഷ്ടംമാരെ സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമുകൾ കിടക്കുകയല്ലേ, എവിടെയെങ്കിലും കൊടുത്ത് ചാർത്താനായിട്ട്, വഴക്ക് പറയാനായിട്ട്. ഒന്നും പറ്റിയില്ലെങ്കിൽ ബ്ലെസ്സിങ് ടുഡേയുടെ പോഡ്കാസ്റ്റ് എടുത്തിട്ട് താഴെ പൊങ്കാലടിച്ചു വിടും സഹോദരിമാര്. അപ്പൊ അതുകൊണ്ട് ആ അമ്മായിമ്മ പോരൊക്കെ ഇപ്പോഴത്തെ കാലത്ത് കഴിഞ്ഞു. പക്ഷെ ഇനി വരാൻ പോകുന്ന കാലത്തിലെ വലിയ പ്രശ്നം ഫ്രണ്ട്സ് ആണ്. അത് സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലാണെങ്കിലും. ബന്ധങ്ങളെ തകർക്കുന്ന അടുത്ത തലങ്ങൾ, അകത്തേക്ക് കയറി വരുന്ന അടുത്ത തലങ്ങൾ, അതൊക്കെയാണ് ഇനിയത്തെ ഒരു കാലഘട്ടത്തിൽ. ഇതിനകത്ത് ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കി വെക്കുന്ന നല്ലതാണ്. ഒരു 5 വർഷം കഴിയുമ്പോൾ അതായിരിക്കും നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, ഇന്നത്തെ പ്രശ്നങ്ങളല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇന്നും അമ്മായിമ്മ പോരിൽ ആരെങ്കിലുമൊക്കെ ചെറുപ്പക്കാർ, അമ്മായിമ്മ, അമ്മായിപ്പൻ ഈ കാര്യങ്ങളുടെ പ്രശ്നങ്ങളിലൊക്കെ പാരൻസ് ഇടപെടുന്ന സാധനത്തിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തോ 10 വർഷം പുറയിലാണെന്നാണ് അർത്ഥം. കാലഘട്ടം മാറി. ഓക്കെ, ഒരു കാര്യം കൂടെ ഇതിനോട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഇതിനകത്ത് നമുക്കുള്ളത് അടുത്തൊരു ചാപ്റ്ററും കൂടി ഉണ്ട്. ചാപ്റ്റർ 10, 10ാമത്തെ അധ്യായം കൂടെ നമ്മളൊന്ന് പറഞ്ഞു പോവുകയാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്ന ചാപ്റ്ററിന്റെ പേര് ഇമോഷണൽ ഇന്റലിജൻസ് ഇൻ മാരേജ്, വിവാഹത്തിലെ വൈകാരിക ബുദ്ധി. എൻ്റെ ദൈവമേ, ഇതൊരു ഭയങ്കര ബുദ്ധിയാണ്, അതൊരു ഭയങ്കര ഇന്റലിജൻസ് ആണ്.
അപ്പോ അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് വിവാഹം നന്നായി കൊണ്ടുപോകണമെങ്കിൽ പറഞ്ഞേ നല്ല ബുദ്ധി വേണം. പണ്ടത്തെ ആളുകളൊക്കെ നമ്മളെ കളിയെ ബുദ്ധിയുണ്ടോ ബുദ്ധി എന്ന് ചോദിക്കാറില്ലേ? ഇതുപോലെ വിവാഹം നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ എന്ത് വേണം? ബുദ്ധി വേണം. ഇതിന് ബൈബിളിന്റെ ഭാഷയിൽ ജ്ഞാനം എന്നുള്ളതാണ്. ജ്ഞാനമായവൾ ഒരു വീട് പണിയുന്നു എന്ന് പറയുന്നത് ജ്ഞാനം എന്നുള്ളതാണ് ബൈബിളിന്റെ ഭാഷ. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനത് വൈകാരിക ബുദ്ധി എന്ന് പറയുന്ന വാക്ക് ഈ പുസ്തകത്തിൽ നിന്ന് കടമെടുത്ത് ഞാൻ പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഈ വൈകാരിക ബുദ്ധി എന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു നല്ല കഥയൊക്കെ കൊടുത്തിട്ടുണ്ട്. സാധാരണ രീതിയിൽ വീട്ടിൽ വലിയ വഴക്കുകളൊക്കെ ഉണ്ടാവാറില്ലേ? നമ്മുടെയൊക്കെ വീടുകളിൽ വഴക്കുകൾ ഉണ്ടായിട്ടുള്ളവരുടെ വീടൊന്ന് കൈയൊന്ന് ഉയർത്തി കാണിച്ചേ. ചിരിയാ വെക്കുന്നത്. എൻ്റെ പൊന്നു മക്കളെ, 2 കൈ ഉയർത്ത്. അതാണ് കറക്റ്റ്. ഇവിടെയാണ് ഈ മലയാളികൾക്ക് ഇത്തിരി പൊക്കം കുറവില്ലേ ഈ കൈ ഉയർത്തുന്നത്? ഇത് തന്നെ നമുക്ക് പരിശുദ്ധാത്മാവിനോടും ഉണ്ട്. തുറന്നു പറയത്തില്ല. ആ ഓപ്പൺനെസ് നമുക്ക് എല്ലായിടത്തും ഉണ്ട് ഈ പ്രശ്നം. ഓക്കെ, അപ്പോ ഇത് മലയാളിയുടെ ഞാൻ പറഞ്ഞില്ലേ, വേറെ രാജ്യക്കാരോ അവരൊക്കെ ആണെങ്കിൽ ഭയങ്കര അടിയാണ്. കാരണം ഞാൻ പറഞ്ഞു വരുന്നത്, വീട്ടിൽ നല്ല അടി ഉണ്ടാക്കും. ഈ നല്ല അടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മൾ സത്യത്തിൽ അതിന്റെ തുടക്ക കാരണം എന്താണെന്ന് നോക്കിയാൽ ഒരു കുഞ്ഞി കാരണമായിരിക്കും. ഈ പുസ്തകത്തിലായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. താഴെ കിടന്ന ഒരു സോക്സിന്റെ പേരിലാണ് അടി തുടങ്ങിയത്. ആ സോക്സ് അവിടെ കിടക്കണതിന്റെ പേരിൽ ഒരു അടി അങ്ങ് തുടങ്ങിയിട്ട് പിന്നെ എന്ത് ചെയ്യണം? പിന്നെ കരച്ചിലായി, പിഴിച്ചിലായി, സംഭവമായി, വാക്കുവർത്തങ്ങൾ. അപ്പൊ ഇത് നമ്മുടെ ഇമോഷണൽ എന്താ പറയാ, ആ ഒരു ഇന്റലിജൻസിന്റെ തോത്, അതിനെ മെഷർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ. അതാണ് ഈ ഒരു ചാപ്റ്ററിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പൊ വിവാഹം ഗ്രോ ചെയ്യുന്നത് സ്നേഹത്തിൽ മാത്രമല്ല. എല്ലാരും ചിന്തിക്കുന്ന നല്ല സ്നേഹം ഉണ്ടെങ്കിൽ കല്യാണം വിവാഹ ജീവിതം നല്ല മനോഹരായിരിക്കുന്നു. മണ്ണാങ്കട്ടേ ആയിരിക്കും. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് സ്നേഹത്തിൽ മാത്രം ഒരു കാര്യവും നടക്കൂല. വൈകാരിക ബുദ്ധി ഉണ്ടെങ്കിലേ കാര്യം മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പൊ നല്ല രീതിയിൽ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളവരുടെ പ്രത്യേകത ആ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നതിൽ അവര് നല്ല രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും. അതായത് ഇമോഷണൽ ഇന്റലിജൻസ് അവരവർക്ക് ഉണ്ടാകേണ്ടതാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, സ്വന്തം വികാരങ്ങളെ തിരിച്ചറിയുകയും അതിനെ നിയന്ത്രിക്കാനുള്ള കഴിവുമാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. എല്ലാവരും കുനിഞ്ഞ് തല കുനിഞ്ഞിരിക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, സ്വന്തം വികാരങ്ങളെ നമ്മൾ മനസ്സിലാക്കുകയും അതിനെ നിയന്ത്രിക്കാൻ പറ്റുകയും ചെയ്യണം. 2, ജീവിത പങ്കാളിയുടെ വികാരത്തെ മനസ്സിലാക്കിയിട്ട് ശരിയായിട്ട് പ്രതികരിക്കാനും പറ്റണം. ഇവിടെയാണ് ഇമോഷണൽ ഇന്റലിജൻസിന്റെ കാര്യം ഇരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കി നിയന്ത്രണവും ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ പങ്കാളിയുടെ മനസ്സിലാക്കിയിട്ട് എന്താണ് ശരിയായ പ്രതികരണവും. ഓക്കെ, ഇവിടെ നമുക്ക് ഓപ്പോസിറ്റാണ് വന്നത്. നമ്മൾ നിയന്ത്രിക്കണ പകരം ആളെ നിയന്ത്രിക്കാനും ആ ആൾക്കെതിരെയുള്ള പ്രതികരണങ്ങൾ നടത്താനുമാണ് നമ്മൾ കൂടുതൽ തിടുക്കം നമ്മൾ പലപ്പോഴും കാണിക്കാറുള്ളത്. എന്താണ് വൈകാരിക ബുദ്ധി എന്നിവിടെ പറയുന്നുണ്ട്. വൈകാരിക ബുദ്ധി എന്നത് താഴെ പറയുന്നവയ്ക്കുള്ള കഴിവാണ്. നിങ്ങളുടെ സ്വന്തം വികാരങ്ങളെ തിരിച്ചറിയുക, മറ്റുള്ളവരുടെ തോന്നലുകൾ എന്ന് വെച്ചാൽ പങ്കാളിയുടേത് എന്താണെന്ന് മനസ്സിലാക്കുക, തിരിച്ചടിക്കുന്നതിന് പകരം പ്രതികരിക്കുക, സഹാനുഭൂതിയും കൃപയും കൊണ്ട് പിരിമുറുക്കത്തെ വഴിതിരിച്ച് വിടുക, ശരിയായ കാര്യം പറയുക മാത്രമല്ല ശരിയായ കാര്യം അനുഭവപ്പെടുകയും അത് നന്നായി കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നതാണ് വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് ഒരു സെൽഫ് അവെയർനെസ് ആണ്, സ്വയബോധം. വൈകാരിക ബുദ്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ വികാരങ്ങൾ നമുക്ക് ആ സമയത്ത് വരുന്ന ഒരു ഭയങ്കര ദേഷ്യം വരും. ചില കാര്യങ്ങൾ വരുമ്പോഴത്തേനും ഭയങ്കരമായിട്ടുള്ള നിരാശ ചില സമയത്ത് നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ചില സമയത്ത് അസൂയായിരിക്കാം ചിലപ്പോൾ നമുക്കുണ്ടാകുന്നത്. എന്താ പറയാ, നുറുങ്ങുന്ന വേദന, വൈരാഗ്യം പോലെ, അതിന് കുത്തിയം കൊന്നോളഞ്ഞേക്കാന്ന് തോന്നുന്ന പോലെ ഇരിക്കണ തോന്നില്ല, പക്ഷെ അങ്ങനെ തോന്നാറുണ്ട് നമുക്ക്. അതുപോലത്തെ ദേഷ്യം നമ്മുടെ അകത്ത് തോന്നുന്ന സമയങ്ങളുണ്ടായിരിക്കും. ഇവിടെയാണ് നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസ് വേണ്ടത്, വൈകാരിക ബുദ്ധി വേണ്ടത്. അതിൽ നമ്മളെ നിയന്ത്രിക്കുകയും പങ്കാളിയെ മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് ഇത് വേണ്ടത്. ഓക്കെ, അപ്പം ഈ ഇമോഷണൽ ഇന്റലിജൻസ് കുറവുള്ള ഒരാളാണെങ്കിൽ, ഇതിനകത്ത് കുറവുള്ളതിന്റെ കൂടുതലുള്ളതിന്റെ ഒക്കെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. കുറവുള്ള ഒരാളാണെങ്കിൽ പൊതുവെ എന്ത് ചെയ്യും? എന്തെങ്കിലും വരുമ്പോൾ അയാളുടെ പ്രതികരണം എന്താണ്? മിണ്ടാതിരിക്കും.
ഈ മിണ്ടാതെ ഇരിക്കുമ്പോൾ അത് ഏറ്റവും വലിയൊരു ശിക്ഷയായിട്ടുള്ള ഒരു കാര്യമാണ് ഈ മിണ്ടാതെ ഇരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ തന്നെ നിയന്ത്രിക്കണം. അതിനാണ് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത്, ആത്മനിയന്ത്രണം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഈ വൈകാരിക ബുദ്ധിയിൽ ഇച്ചിരി കുറവുണ്ടെങ്കിൽ നമുക്ക് ആത്മനിയന്ത്രണം കുറവായിരിക്കും. ആത്മനിയന്ത്രണം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോപിക്കുമ്പോൾ എന്ത് ചെയ്യും? ശബ്ദം ഉയരും. നമ്മുടെ കോപത്തിൽ ഭയങ്കരമായിട്ട് ശബ്ദം ഉയരും. ഹാർഷ് വേർഡ്സുകൾ ഉപയോഗിക്കും. തേച്ചാലും മാച്ചാലും കുളിച്ചാലും മറന്നാലും മറക്കാൻ പറ്റാത്ത വാക്കുകൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഉപയോഗിക്കും. പക്ഷെ ഈ ഓപ്പോസിറ്റ് കേൾക്കുന്ന ആൾ ഇത് മൊത്തം ഇങ്ങനെ എഴുതി കൂട്ടി വെച്ചിരിക്കുകയാണെന്ന് അന്നേരം ഓർക്കില്ല. അത്രയും ഹാർഷ് വേർഡ്സുകൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ സൈലന്റ് ട്രീറ്റ്മെന്റുകൾ, മിണ്ടാതെ അങ്ങോട്ടിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഓക്കെ, എന്നാൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വേണം. നമ്മൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്, നമ്മുടെ ഈ ഇമോഷണൽ ഇന്റലിജൻസിന് അല്ലെങ്കിൽ വൈകാരിക ബുദ്ധിക്ക് വേണ്ട ഒരു വലിയ സ്വഭാവമാണ് അല്ലെങ്കിൽ ഒരു വലിയ കാര്യമാണ് ബ്രേക്ക് എന്ന് പറയുന്നത്. ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ആ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലെങ്കിൽ ആ വണ്ടീനെ എവിടെയെങ്കിലും നിർത്താൻ പറ്റുമോ? ഇല്ല. ഇതുപോലെ തന്നെ നമ്മുടെ വൈകാരികമായിട്ട് ഇങ്ങനെ തള്ളിച്ച് പറഞ്ഞിങ്ങനെ തീർക്കണം. നമുക്ക് ഒരു മെസ്സേജ് ഇട്ടു, അതിന്റെ പുറകെ അടുത്ത മെസ്സേജ് ഇട്ടു, അടുത്ത പുറകെ മെസ്സേജ് ഇട്ടു, 1000 മെസ്സേജ് ഇട്ടാലും ദേഷ്യം തീരുന്നില്ല. ഒറ്റ മെസ്സേജിൽ ബ്രേക്ക് ആക്കാൻ പറ്റണം. ഇതാരോടൊക്കെ പറയുന്നുണ്ട്. 1 വിളിച്ചു, 2 വിളിച്ചു, 3 വിളിച്ചു, അപ്പനെ വിളിച്ചു, അമ്മേനെ വിളിച്ചു, അമ്മൂമ്മേനെ വിളിച്ചു, നാട്ടുകാരെ മുഴുവൻ വിളിക്കുകയാണ്. ബ്രേക്ക് വേണം. ഈ ബ്രേക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ വൈകാരികപരമായിട്ട് ബുദ്ധിയില്ലാത്ത വെറും ഒരു കുട്ടിയാണെന്ന് നിങ്ങളുടെ പങ്കാളി നിങ്ങളെ കുറിച്ച് ചിന്തിക്കും. വെറും ഒരു കുട്ടിയാണെന്ന് ചിന്തിക്കും. നിങ്ങളൊരു കുട്ടിയാണല്ലോ എന്ന് ഓർത്ത് ആ വ്യക്തി വളരെയധികം വിഷമിക്കും. കുട്ടിക്കളിയായിട്ട് അത് മാറ്റപ്പെടും. സോ അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, ബ്രേക്ക് വേണം മോനെ മോളെ എന്ന് പറ. ബ്രേക്ക് വേണം, ബ്രേക്ക് വേണം. ഓക്കെ. ഇവിടെ നമ്മൾ കാണുന്ന ദാമ്പത്യത്തിലെ കുറഞ്ഞ വൈകാരിക ബുദ്ധിയുടെ ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. കോപത്താലോ മുൻകോപത്താലോ പ്രതികരിക്കും. അപ്പൊ വൈകാരിക ബുദ്ധി, അപ്പൊ വീട്ടിനകത്ത് ഭയങ്കരമായിട്ട് കൊട്ട ഒന്ന് ഭയങ്കര ദേഷ്യപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ ഓർത്തോ, അയാൾക്ക് ഇത്തിരി ബുദ്ധി കുറവാണ്. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ടൊന്ന് പറ, ഇനി നിങ്ങൾ ദേഷ്യപ്പെട്ട അനാവശ്യമായിട്ട്, ചില വീട്ടിൽ ഭാര്യമാരാണ്, ചില വീട്ടിൽ ഭർത്താക്കന്മാരാണ്, എനിക്കറിയാം. അനാവശ്യമായിട്ട് ഒത്തിരി ദേഷ്യപ്പെട്ട നിങ്ങൾ ഇത്തിരി ബുദ്ധി കുറഞ്ഞ കൊച്ചാണെന്ന് ഞാനങ്ങ് ചിന്തിക്കും. ഓക്കെ, എൻ്റെ പോയിന്റിലോട്ട് പോട്ടെ. ചർച്ച ചെയ്യുന്നതിന് പകരം പിൻവാങ്ങിയോ സ്വയം അടയ്ക്കപ്പെടുകയോ ചെയ്യും. അതൊന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ അപ്പത്തന്നെ മുങ്ങുവാണ്, വാതിലടച്ച് കുറ്റിയിട്ട് മുങ്ങിക്കളയും. അല്ലെങ്കിൽ ബൈക്ക് എടുത്തിട്ട് എവിടെയാന്ന് വെച്ചാൽ പൊക്കളയും. അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ പോവും. ഇപ്പോഴത്തെ പുതിയ പരിപാടിയാണ്, ടർഫിൽ കളിക്കാൻ പോവും ഫ്രണ്ട്സിന്റെ കൂടെ. എല്ലാം സെറ്റായിട്ട് അവന്റെ ഇമോഷൻസ് സെറ്റാവും. പക്ഷെ ഈ വീട്ടിനകത്ത് ഇരിക്കുന്ന ആളുടെ ഇമോഷൻസ് സെറ്റാവണ്ടേ? അപ്പോ അതും പരിഹാരമല്ല. അത് കേൾക്കാനും കൈക്കൊള്ളാനും, ഓപ്പോസിറ്റ് പറയുന്ന ആൾ പറയുന്ന കേൾക്കാനും അത് കൈക്കൊള്ളാനും കൊടുക്കാനും, മനസ്സിലായി, ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ പോലെ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇത്തിരി ബുദ്ധി കുറഞ്ഞ ആളായിരിക്കും നിങ്ങൾ കുടുംബ ജീവിതത്തിനകത്ത്. സ്വയം ഏറ്റെടുക്കുകയോ ഭീകരവൽക്കരിക്കുകയോ ചെയ്യും ചില ആളുകൾ. എന്ത് ചെയ്യും? അതിനെ ഭയങ്കര പർവ്വതീകരിക്കും. ആ പ്രശ്നം അങ്ങോട്ട് ഭയങ്കര വലിയ സാധനമാക്കി കളയും. അതിന് ഞങ്ങൾ സഹോദരിമാർ ഭയങ്കര മിടുക്കികളാണ്. പൊതുവെ സഹോദരന്മാരും ഉണ്ടാവും, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പൊതുവെ ഭീകരവൽക്കരിക്കും. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, അങ്ങനെ വലുതാക്കി കാണിക്കണ്ടെന്ന് പറ. ഓക്കെ. പിന്നെ നിങ്ങളുടെ പങ്കാളി വേദനിക്കുമ്പോൾ നിങ്ങൾക്കൊരു സഹാനുഭൂതി, അവൾക്ക് കിട്ടട്ടെ, അല്ലെങ്കിലും അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കാതിരുന്ന, അവൾക്ക് പനിയല്ല, അതിന്റെ അപ്പുറത്തൂടെ ഒരു ഡെങ്കിപ്പനിയും പിന്നെ ഒരു കൊറോണയും കൂടി വരട്ടെ അവൾക്ക്. ബുദ്ധി കുറവിന്റെ ലക്ഷണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചും കേട്ടോ. ബുദ്ധി കുറവാന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വേഗം മനസ്സിലാവാൻ തുടങ്ങി. ഓക്കെ. ചെറിയ കാര്യങ്ങൾക്ക് പോലും വാദപ്രതിവാദങ്ങൾ ഉണ്ടാക്കുന്നത്, വെറുതെ ആർഗ്യുമെന്റ്സ് ആണ്, ചുമ്മാ ഒന്ന്. ഈ വൈകാരികമായിട്ടുള്ള പക്വത നമുക്ക് നഷ്ടമാകുന്നത് എപ്പോഴാണ്? ഓക്കെ, അതായത് ഒന്നുകൂടെ പറഞ്ഞാല് എന്താ പറയാ, സൈൻസ് ഓഫ് ലോ ഇന്റലിജൻസ് എന്ന് പറയുന്നത്.
ഭയങ്കര നമ്മുടെ ലോ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇത്തിരി കുറവാണെന്ന്. ബുദ്ധി ഇത്തിരി കുറവാണെങ്കിലുള്ള ലക്ഷണങ്ങളാണ് ഞാനിപ്പോൾ വായിക്കാൻ പോകുന്നത്. അപ്പം അത് എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പം ഇതിനകത്ത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തിരി കുറവാണ്. നമ്പർ 1, റിയാക്ടിങ് ആങ്കർ. എന്ത് വന്നാലും അതിന്റെ റിയാക്ഷൻ ഒരു ദേഷ്യത്തിലായിരിക്കും. എന്തിന്റെ ദേഷ്യം? അടുത്തിരിക്കുന്ന ആളാണെന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ആരൊക്കെയോ. റിയാക്ഷൻ ദേഷ്യത്തിലാണെങ്കിൽ അർത്ഥം എന്താണ്? ഇത്തിരി ബുദ്ധി കുറവായ കൊച്ചാണേ എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇന്റലിജൻസിന്റെ കാര്യത്തിൽ ചെറിയ തെറ്റുകൾക്കും ഭയങ്കര ഷൗട്ടിംഗ് ആയിരിക്കും. ചെറിയ തെറ്റുകൾക്ക് പോലും പേഷ്യൻസ് ഇല്ല, ഉടനെ പ്രതികരിക്കുന്ന രീതിയായിരിക്കും. ചായയിൽ മധുരം കുറവാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു കാപ്പിരിയച്ചനുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു എക്സാമ്പിൾ. എൻ്റെ ദൈവത്തിന്റെ സമയം. കാപ്പിരിയച്ചനുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു എക്സാമ്പിൾ എനിക്ക് നമ്മളെപ്പോഴും കാണാറുണ്ടായിരിക്കും. ഒരു കാത്തലിക് ഒരു അച്ഛനാണ്, ഒരു ബ്രൗൺ ഉടുപ്പിട്ടുള്ള അച്ഛൻ. അച്ഛൻ്റെ കുറേ ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്ക് അതൊക്കെ ഇപ്പം റിലേറ്റ് ചെയ്യാൻ ഇച്ചിരി പ്രയാസമുണ്ട്. നമ്മുടെ കാലഘട്ടം വരെയൊക്കെ അത് ഓക്കെയാണ്. ഇനിയത്തെ ഞാൻ പറഞ്ഞില്ല, ഒരു 5 വർഷം കഴിഞ്ഞ് ഈ മാരേജ് കോൺഫറൻസ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും, ഞങ്ങൾക്കതറിയാം. ആ കാപ്പിരിയച്ചൻ പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. ഒരിക്കൽ ഒരു എന്താ പറയുക, മുട്ട കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു ഭർത്താവ് ഭാര്യയോട്. അപ്പം അന്നേരം മുട്ട എന്ത് ചെയ്തു? പുഴുങ്ങിക്കൊണ്ടുവന്നു. അപ്പം പറഞ്ഞു, എടി നീ മുട്ട പുഴുങ്ങിയാണ് കൊണ്ടുവന്നത്, നീ മുട്ട ഓംലെറ്റ് ആക്കി കൊണ്ടുവരണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം പുള്ളിക്കാരി എന്ത് ചെയ്തു? മുട്ട ഓംലെറ്റ് ആക്കിയ ബുൾസായി ഏതോ ഒരെണ്ണം ഓംലെറ്റ് ആക്കി കൊണ്ടുവന്നു. പുള്ളി പറഞ്ഞ പോലെ തന്നെ ഓംലെറ്റ് ആക്കി കൊണ്ടുവന്നപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, നീ ഇന്നെന്താണ് മുട്ട ഓംലെറ്റ് ആക്കി കൊണ്ടുവന്നത്, നീ ഇന്ന് മുട്ട പുഴുങ്ങിയല്ലേ കൊണ്ടുവരണ്ടേന്ന് പറഞ്ഞു. അപ്പം പിറ്റേ ദിവസം പുള്ളിക്കാരി എന്ത് ചെയ്തു? ഒരു മുട്ട ഓംലെറ്റും ഒരു മുട്ട പുഴുങ്ങിയതും കൊണ്ടുപോയി വെച്ചു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, ഓംലെറ്റ് ആക്കേണ്ട മുട്ട നീ എടുത്ത് പുഴുങ്ങേണ്ട മുട്ട എടുത്ത് ഓംലെറ്റ് ആക്കിയില്ലേ? നമ്മൾ ചിരിച്ചില്ലേ? ഇത് ഒറ്റ ചെറുപ്പക്കാർ ഇത് ചിരിക്കൂല, കാരണം അവരുടെ കാലഘട്ടത്തിന് പറ്റിയതല്ലേ ഈ തമാശയൊന്നും. ഓക്കെ, അപ്പോ ഒരു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി പോലും എന്ത് ചെയ്യാണ്? പ്രതികരണങ്ങൾ എന്താണ്? ശരിയായ വിധത്തിലുള്ള പ്രതികരണങ്ങൾ, അല്ലാതെ പിടിവാശി പിടിച്ചുകൊണ്ടുള്ള ഷൗട്ടിങ്ങും ദേഷ്യവുമെല്ലാം. അതുപോലെ തന്നെ നിങ്ങളുടെ ലോ ഇന്റലിജൻസ് ആണെന്നുള്ളതിന്റെ തെളിവ് 2, സൈലന്റ് ട്രീറ്റ്മെന്റ്. നിശബ്ദമായിട്ടുള്ള ഒരു പാഠം പഠിപ്പിക്കൽ. ദിവസങ്ങളോളം മിണ്ടില്ല, അതൊരു ശിക്ഷണ മുറയാക്കി അങ്ങ് തീർക്കും. അങ്ങനെ ആരെങ്കിലും വീട്ടിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഓർത്തോ, നിങ്ങളൊരു കുഞ്ഞു വാവയാണ്, ഒരു ബേബിയാണ് നിങ്ങളുടെ മാരേജിന്റെ വളർച്ചയിൽ. മനസാന്തരപ്പെടുക. അടുത്ത 3, ഓവർ പേഴ്സണൈസിങ്, അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്വയം എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്ന പരിപാടി, പർവ്വതീകരിക്കുന്ന ഒരു രീതികൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇനി ചില ആളുകൾക്കാണെങ്കിൽ ഈ ഒരു ഇന്റലിജൻസ് ഭയങ്കര കുറവാണ്. കുറവാണ് ഇത്ര നേരം കണ്ട്. കുറവായിട്ടുള്ളവരാണെങ്കിൽ ദേഷ്യപ്പെടും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്നാൽ ചില ആളുകൾക്കാണെങ്കിൽ ഈ ഒരു ഇന്റലിജൻസ് മിസ്സിംഗ് ആണ്, ഈ ബുദ്ധിയേ അവർക്കില്ല. അങ്ങനെയുള്ള കുറെ ആളുകളും കൂടി വീട്ടിലുണ്ട്. നിങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ വീട്ടിലുള്ള വേറൊരാളെ കുറിച്ച്. അപ്പൊ ഇമോഷണൽ മെച്യൂരിറ്റി മിസ്സിംഗ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, വികാരങ്ങളൊക്കെ അവർ കൈകാര്യം ചെയ്യുന്നത് ഭയങ്കര കുട്ടിത്തലത്തിലായിരിക്കും. എന്റെ റിമോട്ട് എന്തിയെ, എന്റെ റിമോട്ട് എന്തിയെ, എന്റെ റിമോട്ട് എന്തിയെ. റിമോട്ട് എടുത്തു കൊടുക്കുമ്പോഴത്തേനും ഭാര്യ പറയും, ഞാൻ ഈ റിമോട്ട് തരത്തില്ല, എന്റെ സീരിയൽ കഴിയാതെ നിങ്ങൾക്കിപ്പോ വാർത്ത കാണണ്ട. ആ കൊച്ചു നേരത്തെ പറഞ്ഞില്ലേ, സോക്സിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെ കൊച്ചു കാര്യങ്ങളിൽ ഇങ്ങനെ കിരി അരം പ്ലസ് അരം കിന്നരം എന്ന് പറയണ പോലെ ഇങ്ങനെ അരമായിട്ട് ഇങ്ങനെ നിൽക്കും. അത് നാട്ടുകാർക്ക് മൊത്തം കാണുമ്പോൾ നല്ല രസമാണ്, വീട്ടിലുള്ളവർക്കും കാണുമ്പോൾ നല്ല രസമാണ്. ഈ ഗിരി എന്ന് പറയുകയും ചെയ്യും, എന്നിട്ട് ബൈക്കിനകത്ത് കെട്ടിപ്പിടിച്ചിരുന്ന് പോവുകയും ചെയ്യും. ഇത് കാണുമ്പോൾ ആളുകൾക്ക് കൊണ്ട് എന്തൊരു സ്നേഹമുള്ളവരാണ് ഗിരി പറഞ്ഞാലും. പക്ഷെ ഓർഗണി 2 ഗിരി പറയുന്നവരും ശിശുക്കളാണ്. അവരുടെ ഇന്റലിജൻസ്, അവരുടെ ഇമോഷണൽ ഇന്റലിജൻസിന്റെ കാര്യത്തിൽ അവർ ഇല്ലാത്തവരാണ്, വളരെ വീക്കായിട്ടുള്ളവരാണ്. അതുപോലെ തന്നെ അവരുടെ അടുത്ത ഒരു ഗ്രൂപ്പാണ്, അവരുടെ എല്ലാ ഹേർട്സും എല്ലാ പ്രയാസങ്ങളും അവര് എന്ത് ചെയ്യും? അവർ മറ്റുള്ളവരായിട്ട്, അല്ലെങ്കിൽ ഭർത്താവിനോട് അങ്ങോട്ട്, അല്ലെങ്കിൽ ഭാര്യയോട് അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യും. അവരുടെ ഉള്ളിൽ വരുന്ന ചിന്തകളും ആ വ്യക്തിയെക്കുറിച്ച് വരുന്ന എല്ലാ ഭാരങ്ങളും രീതികളും എല്ലാം അങ്ങോട്ട് വാക്കുകളിലൂടെ അങ്ങോട്ട് എന്ത് ചെയ്യും? എക്സ്പ്രസ് ചെയ്യും. അല്ലെങ്കിൽ പറഞ്ഞു, നിന്നെ കല്യാണം കഴിച്ചത് തന്നെ എന്തായിപ്പോയി, എൻ്റെ അബദ്ധമായിപ്പോയി എന്നൊക്കെ പറഞ്ഞു കളയും. അതുപോലെ വാക്കുകൾ, അതൊക്കെ ഓപ്പോസിറ്റ് പങ്കാളി കേട്ടുകൊണ്ടിരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ തേച്ചാലും മാച്ചാലും കുളിച്ചാലും മറക്കാൻ പറ്റാത്ത സാധനങ്ങൾ, അവരുടെ പെട്ടിക്കകത്താക്കിയാലും പോവാത്ത സാധനങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വിട്ടുപോവുകയാണ്. ഈ വാക്കുകൾ വരുന്നതിന് മുന്നമേ ചിന്തിക്കണം, എനിക്ക് ബുദ്ധി കുറവാണല്ലേ
എന്ന് ഇത്തിരി അങ്ങ് ചിന്തിച്ച് ഈ കാര്യങ്ങളെ നമ്മുടെ ലൈഫിൽ നമ്മളൊന്ന് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഈ ഒരു ഡിസ്കണക്ഷൻസ് എന്ന് പറയും, അതായത് ബന്ധങ്ങൾ അകന്നു നിൽക്കുന്ന രീതി, എങ്ങനെ വന്നാലും ബന്ധം അകന്നു നിൽക്കുന്ന ഒരു രീതി. പണ്ടത്തെ കാലത്തൊക്കെ കണ്ടു കാണും, അപ്പൻ ഇങ്ങനെ ഒരു ബസ് സ്റ്റോപ്പിലോട്ട് പോവുകയാണെങ്കിൽ പിന്നെ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും ഭാര്യ പുറകെ വരുന്നത്. ഒപ്പം പോവില്ല. ഒപ്പം പോണ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പണിയായി, സംഭവമായി. ഇന്ന് രാവിലെ ഞാൻ പിള്ളേരെ വീട്ടിലെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഭാര്യ ഭർത്താവിന് ഉമ്മ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, ഭർത്താവ് ഭാര്യയ്ക്ക് ഉമ്മ കൊടുക്കണ പടമൊക്കെ വല്ലയിടത്ത് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാപമാണ്. അതൊക്കെ ഭയങ്കര മഹാപാപമാണ് അങ്ങനത്തെ. കാരണം അത് അകലം വെക്കുന്നതാണ് ഒരു സ്റ്റൈല് പോലെ നമ്മുടെ ഒരു തലമുറ നമ്മളെ പഠിപ്പിച്ചതും നമ്മളെ കാണിച്ചതും. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, അത് ബിബ്ലിക്കലല്ലെന്ന് പറ, അത് ദൈവവചനത്തിലുള്ളതല്ല. അത് നമ്മുടെ തലമുറകളോ നമ്മുടെ മുകളിലുള്ള ആളുകളോ നമ്മുടെ ഏതൊക്കെയോ സംസ്കാരങ്ങളോ ഒക്കെ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ഭാര്യയെ നിങ്ങളുടെ മക്കളുടെ മുന്നിൽ വെച്ച് ഉമ്മ കൊടുക്കണം. നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ ഉമ്മ കൊടുക്കണം. അങ്ങനെയാണ് നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാകേണ്ടത്. എന്ത്? വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ നല്ല ജീവിതമാണെന്ന് കാണിക്കണം. ഇന്ന് നമ്മുടെ ചർച്ചിലാകട്ടെ സമൂഹത്തിലാകട്ടെ ഒത്തിരി കുട്ടികളും വിവാഹത്തിലേക്ക് പോകാതെ വിവാഹം വേണ്ട എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, വിവാഹം നല്ലതാണ് എന്ന് പറയുന്ന ഒരു സന്ദേശം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ നമ്മുടെ കുടുംബങ്ങൾക്ക് സാധ്യമല്ലാതെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് കുട്ടികൾ വിവാഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നത്? വിസമ്മതിക്കുന്നത് പോലും. പക്ഷേ നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മുടെ കുട്ടികളുടെ മുന്നിലാണെങ്കിലും ശരി, വിവാഹം ഏറ്റവും മധുരതരമാണ്. വഴക്കുകൾ ഉണ്ടാകും, എന്താ പറയുക, ഡിസഗ്രിമെന്റ്സ് ഉണ്ടാകും. പക്ഷെ അപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുന്ന ആ ഒരു സന്ദേശം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കണം. തകർന്ന ഒരു പാലം ഉണ്ടെങ്കിൽ അകലം എന്ത് ചെയ്യും? കൂടിപ്പോകും. 2 കരയിലാണ് 2 പേരും നിൽക്കുന്നത്. നടുക്കൊരു പാലം ഉണ്ടെങ്കിൽ എന്ത് ചെയ്തു? 2 കരയിലുള്ളവർക്ക് ചേർന്ന് വരാം, അല്ലേ? ഇതുപോലെ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം എന്ന് പറയുന്ന പാലം ഇട്ടാലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബുദ്ധിയുള്ളവരുടെ പ്രത്യേകത. അല്ലാതെ മിണ്ടാതിരിക്കുന്നതല്ല. ബുദ്ധിയുണ്ടെങ്കിൽ ആശയവിനിമയത്തിൻ്റെ പാലമിടണം. ആ പാലത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് നിന്ന് സംസാരിക്കുകയാണെങ്കിൽ അകലം കുറയും. പാലം പൊളിച്ചു കളഞ്ഞാൽ 2 കരയിൽ ആയിപ്പോകും. ഓക്കെ. അതുപോലെ തന്നെ ഈ ബുദ്ധി കുറവിൻ്റെ ഒരു വൈകാരിക ബുദ്ധി കുറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്, ഒന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കും, ഇനി എന്തെങ്കിലും ഒന്ന് മിണ്ടിയാൽ തന്നെ അത് കളിയാക്കലുമായിരിക്കും. ഭാര്യ ഭർത്താവിനെ കളിയാക്കുന്നു, ഭർത്താവ് ഭാര്യയെ കളിയാക്കുന്നു, എന്ത് പറഞ്ഞാലും കളിയാക്കിക്കൊണ്ടിരിക്കും. അത് സാധാരണ തമാശകളുണ്ട് കേട്ടോ, അത് വേറെയാണേ. പകരം നല്ല കൊള്ളുന്ന കളിയാക്കൽ പറയുന്ന ആളുകളുണ്ട്. നല്ല കൊള്ളുന്ന രീതിയിലുള്ള കളിയാക്കൽ, എല്ലാത്തിനും വില കുറച്ച് കാണുന്ന പോലെ, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് വില കുറച്ച്, ഭാര്യയെ, പങ്കാളിയെ, ഭർത്താവിനെ ഒക്കെ വില കുറച്ച് കാണിക്കുന്ന പോലെ സർക്കാസം അഥവാ കളിയാക്കുന്ന ആളുകൾ. ഓർക്കുക, നമുക്ക് ഇത്തിരി ബുദ്ധി കുറവാണ് മക്കളെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. അടുത്തത്, ബുദ്ധി കുറവുള്ളവരുടെ പ്രത്യേകത, ഈഗോ ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്യും. ഞാൻ പറയുന്നതാണ് ശരി, ഒരിക്കലും സോറി പറയാൻ അവർ തയ്യാറാകില്ല. അടുത്തത്, അവർക്ക് ഒരു കോംപ്രമൈസിനും അവർ തയ്യാറല്ല. ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പ്, അത് തന്നെ പിടിച്ചുകൊണ്ടിരിക്കും. ഈ ഈഗോ അങ്ങോട്ട് സ്ട്രോങ് ആയിട്ട് അങ്ങോട്ട് കല്ലുപോലെയാകും. പക്ഷെ ഈ മാരേജ് കോൺഫറൻസ് കഴിയുമ്പോൾ നമ്മൾ തച്ചുടയ്ക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ ഈഗോയെ ഈ പാസ്റ്റർ ഒരിക്കൽ പറഞ്ഞ തോറ്റ് എന്ത് ചെയ്യണം? നല്ല വിവാഹ ജീവിതത്തിന്റെ പ്രത്യേകത, അയാൾ നല്ലോണം തോറ്റിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. ഇതാണ്, ഈഗോയെയാണ് തോപ്പിക്കേണ്ടത്. ഈഗോയെ കൊല്ലണം. ഈഗോ കല്ലുപോലിരിക്കുന്ന ആ ഈഗോയെ വെള്ളം പോലെ സിമ്പിളാക്കണം. അപ്പോൾ ഫാമിലി ലൈഫിലൂടെ സകലതും ഫ്ലോ ചെയ്യാൻ തുടങ്ങും. കല്ലുപോലെ ഇരിക്കുന്നിടത്തോളം കാലം എന്താ പറയുക, ആ ബുദ്ധി കുറവായിട്ടുള്ള ആളുകളായിരിക്കും. അപ്പം ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ പ്രായോഗികമായിട്ടുള്ള ചില ഈ വൈകാരിക പക്വത വളർത്തിയെടുക്കാനുള്ള ചില പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ പറയുകയാണ്. ചൂടേറിയ നിമിഷങ്ങളിൽ പ്രതികരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്ത് ചെയ്യുക? 1 മുതൽ 10 വരെ എണ്ണുക. 1 മുതൽ 10 വരെ എണ്ണുക.
ആ എണ്ണിയിട്ടും ഉള്ളിന്ന് ഈ സാധനം പോകുന്നില്ലെങ്കിൽ പിന്നെ 10 ഒടുങ്ങി 1 വരെ തിരിച്ചെണ്ണുക. അപ്പൊ കുറച്ച് കുറയും. കാരണം 10 കഴിയുമ്പോൾ പിന്നെ ബാലൻസ് എന്താ, അടുത്ത എന്താണെന്ന് ചിന്തിക്കുമല്ലോ. 9 പെട്ടെന്ന് വന്നില്ലെങ്കിലോ. അപ്പൊ 1 മുതൽ 10 വരെ എണ്ണുക. ഒരു കാര്യം ഒച്ചപ്പാട് തുടങ്ങുന്നതിന് മുമ്പ്, കയ്യിൽ നിന്ന് കട്ട 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 കട്ടാന്ന് മെസ്സേജ് പോകുന്നതിന് മുമ്പ് പറഞ്ഞു പോയി എടുത്തങ്ങോട്ട് വോയിസ് അങ്ങോട്ട് വിടുവാണ്. അത് പോകുന്നതിന് മുന്നമേ 1 മുതൽ 10 വരെ എണ്ണുക. ഞാൻ ഈ അടുത്തിടയ്ക്ക് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. ഞാൻ പാസ്റ്ററോട് പറഞ്ഞിട്ടില്ലത്. പാസ്റ്ററോട് എനിക്ക് എന്തെങ്കിലും, നിങ്ങൾക്ക് നല്ല മെത്തേഡാണ്, എന്തെങ്കിലും പറയാനുള്ള സാധനമൊക്കെ ഞാൻ ഫുൾ അങ്ങോട്ട് എഴുതും. അതിനുശേഷം ഞാൻ ChatGPT ഞാൻ അടിച്ച സാധനങ്ങളെല്ലാം ഇട്ടിട്ട് ഹൗ ടു സേ ഇറ്റ് ഇൻ എ പൊളൈറ്റ് വേ ടു മൈ ഹസ്ബൻഡ് എന്ന് അടിച്ചു കൊടുക്കും. അപ്പോൾ ഒരു നല്ല പൊളൈറ്റ് ഒരു വേ വരും. അപ്പൊ അതാണ് പിന്നെ ഞാൻ അയച്ചു കൊടുക്കുന്നത്. പാസ്റ്റർ അറിഞ്ഞിട്ടില്ല, ഇപ്പൊ നിങ്ങളെല്ലാവരും മനസ്സിലാക്കി. എനിക്ക് പറയാനുള്ള കാര്യം പറയാൻ വേണം, പൊളൈറ്റായിട്ട് പറയാൻ വേണം. പക്ഷെ എനിക്ക് പൊളൈറ്റായിട്ട് പറയാൻ അറിയാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യും? ജസ്റ്റ് ചെക്ക് ChatGPT. ഇത്രയും നല്ല മെത്തേഡ് ഉള്ളപ്പോ എന്താണ് എളുപ്പം? ഓക്കെ, അപ്പൊ വോയിസ് ഇടാതിരിക്കാൻ മാക്സിമം ശ്രമിക്കും, ടെക്സ്റ്റ് മെസ്സേജ് അയക്കാൻ മാത്രം ശ്രമിക്കും. അപ്പൊ ഇതൊരു ഭയങ്കര നല്ല മെത്തേഡാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ 10 പ്രാവശ്യം എണ്ണി തിരിച്ചെണ്ണി 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 എണ്ണി 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 ഇരിക്കുക. ഓക്കെ, യാ. അപ്പൊ ഇതൊക്കെയാണ്. അതുപോലെ തന്നെ ആഴ്ചതോറും കുറച്ച് നാളത്തേക്ക് നമ്മുടെ ബുദ്ധി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാളത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ചെക്ക് ഇൻ ചെയ്തുകൊണ്ടേയിരിക്കുക. എൻ്റെ ബുദ്ധി കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, കാര്യങ്ങളൊക്കെ സെറ്റ് ആകുന്നുണ്ടോ, എങ്ങനെയാണെന്നുള്ള ചെക്ക് ചെയ്യുക. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന്, നിങ്ങളുടെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ കൈകൾ, 2 കൈകൾ ഉയർത്തുമ്പോൾ ഒരു കൈ അങ്ങ് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. കർത്താവേ, ഒരു പക്ഷെ നിങ്ങളുടെ ഭർത്താവ് കൂടെ ഇല്ലായിരിക്കാം. പക്ഷേ ഇപ്പോൾ വിശ്വാസത്താൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ കയ്യിലേക്ക് പിടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ കയ്യിലേക്ക് പിടിക്കാം. എവിടെയാണെങ്കിലും പിടിക്കുക, കൈ ഉയർത്തി പിടിക്കുക. ഉയർത്തി പിടിക്കുമ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിക്കുക. കർത്താവേ, ഞങ്ങളുടെ മതിലുകളെ പൊളിക്കുന്ന കാര്യങ്ങൾ, അതിനെ ശരിയായ രീതിയിൽ തകർത്ത് മുന്നോട്ട് വരാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഇന്ന് ഞങ്ങൾ കേട്ട ഈ ഓരോ പാഠങ്ങളനുസരിച്ച് കാര്യങ്ങളെ ക്രമീകരിക്കാൻ അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് തരണമേ. അതിനേക്കാൾ ഒപ്പം തന്നെ കർത്താവ് മറ്റൊന്നുകൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ്, ആ ഇമോഷണൽ ഇൻ്റലിജൻസ്. അതിവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ്, ഇമോഷണൽ ഇൻ്റലിജൻസ്. കർത്താവെ, ഞങ്ങളുടെ കുട്ടിക്കളികളൊക്കെ മാറട്ടെ. ഞങ്ങളുടെ വിവാഹത്തിൽ ഞങ്ങൾ ഇനി ഒരു കുട്ടിയല്ല കർത്താവെ, മെച്യൂറായിട്ടുള്ള, ശരിയായ രീതിയിൽ ചിന്തിക്കുന്ന, വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ് കർത്താവ്.